നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ് അദ്ദേഹം. ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഒരാളാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. ആന്റണി രാജു അയോഗ്യൻ. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. മാധ്യമ സിൻഡിക്കേറ്റിന്റെ പ്രതിനിധി മാധ്യമപ്രവർത്തകൻ ശ്രീ അനിൽ ഇമ്മാനുവൽ, മുൻ DGP ശ്രീ TP സെൻകുമാർ, അഭിഭാഷകൻ ശ്രീ വെങ്ങാനൂർ ശിവശങ്കർ, ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം അതിഥികളായി ചേരും. അതിനു മുൻപ് മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് R അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അനന്തൻ, 32 വർഷം സംഭവം നടന്നിട്ട് അതിലേറെ 35 വർഷം. ഇത്രയും നാൾ ഒരു കേസിന്റെ നിയമ നടപടികൾ വിചാരണയടക്കം മുന്നോട്ട് പോകുന്നതും 10-22 വർഷം അതിലൊരു പുരോഗതിയും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതും നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം അനിവാര്യമായ വിധി വരുമ്പോൾ ആന്റണി രാജു അയോഗ്യൻ. തീർച്ചയായിട്ടും ഒരുപക്ഷെ മാധു ഈ കേസിൻ്റെ നിയമ നടപടികൾ മരവിച്ച് കിടക്കുന്ന സമയത്താകും ആന്റണി രാജുവിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളും ഉയർന്ന വളർച്ചയുമൊക്കെ ഉണ്ടാകുന്നതും. കാരണം 90-ൽ ഉണ്ടായ സംഭവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ആന്റണി രാജു പ്രതിയായ കേസിൻ്റെ ആവിർഭാവവും പിന്നീട് ഏതാണ്ട് 30 വർഷം ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം, തുടരന്വേഷണം, പിന്നീട് അതിൻ്റെ നിയമ നടപടികൾ, അതിൻ്റെ കുറ്റപത്ര സമർപ്പണം, കുറ്റപത്രം മരവിച്ചു കിടക്കൽ, അതിനുശേഷം കോടതി മാറ്റം, പിന്നീട് വിചാരണയ്ക്ക് ഹാജരാകാതെ രണ്ടാം പ്രതി ആന്റണി രാജുവിൻ്റെ 22 തവണ നടത്തിയ ഒളിച്ചുകളി, ഒടുവിൽ സുപ്രീം കോടതി വരെ ആന്റണി രാജു നടത്തിയ പോരാട്ടം, അതിനെല്ലാം ഒടുവിൽ സുപ്രീം കോടതി കണ്ടുകെട്ടിക്കൊണ്ട് പറഞ്ഞ് ഈ കേസിൽ വിചാരണ നടക്കട്ടെ എന്നുള്ളതാണ്. അതിനൊടുവിൽ നടന്ന വിചാരണയിൽ ആ 30 വർഷത്തിന് ശേഷം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവും അഭിഭാഷകനും ഒപ്പം തന്നെ മുൻ മന്ത്രിയുമായ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല 3 വർഷം തടവ് ശിക്ഷയും വിധിച്ചിരിക്കുന്നു, 10,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നു. ഒപ്പം ഉണ്ടായിരുന്ന ജോസ് എന്ന പ്രതിക്കും സമാനമായ ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. പക്ഷേ ജോസിന് 409 എന്നുള്ള വകുപ്പിൻ്റെ ശിക്ഷ കൂടി ഉള്ളതുകൊണ്ട് 5,000 രൂപ പിഴ കൂടി അധികം അടയ്ക്കേണ്ടി വരും. കേസിന്റെ സാധാരണത്വം പോലെ തന്നെയാണ് അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളും. അനന്തൻ, അതായത് ഒരു MLA അയോഗ്യനാവുകയാണ്. ഈ നിയമപ്രകാരമാണ് എങ്കിൽ ആ വിധി വരുന്ന നിമിഷം മുതൽ അയോഗ്യനാവുകയാണ്. അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന MLA-മാർ അയോഗ്യരായി തുടങ്ങിയിട്ട് വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ സമാനമായ മറ്റൊരു ഉദാഹരണം പോലും നമുക്ക് പറയാനില്ല. തീർച്ചയായിട്ടും ഈ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ കേരളത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ ശിക്ഷ ആയിരിക്കും ഇത് എന്ന് നമുക്ക് കരുതാം. ഏതായാലും നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിന് MLA ഇല്ലാതായിരിക്കുന്നു. ഈ ശിക്ഷാവിധി വന്നതോടുകൂടി ആന്റണി രാജുവിൻ്റെ MLA എന്നുള്ള പദവിക്ക് അയോഗ്യത സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം കൂടി പുറത്തിറക്കുമ്പോഴേക്കും അത് നിയമപരമായി അതിനൊരു സാധുതയാകും. ഏതായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയാണ്, ഇടതുമുന്നണിയെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ്. നിലവിൽ അയോഗ്യനാക്കപ്പെട്ടു എന്നത് കൂടാതെ അടുത്ത 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു അല്ലെങ്കിൽ ആന്റണി രാജുവിന് ലഭിക്കുന്ന മറ്റൊരു നിയമ നടപടി. ഏതായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ചത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. പക്ഷേ നമ്മൾ ആലോചിക്കണം, ഈ കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നടക്കുന്ന ഘട്ടത്തിലാണ് ആന്റണി രാജു ഒരു തവണ MLA ആകുന്നു, പിന്നീട് പരാജയം വന്നു, അതിനുശേഷം വീണ്ടും MLA ആകുന്ന ഘട്ടത്തിൽ മന്ത്രി വരെയാകുന്നു. ഒരു പക്ഷേ ഇത്തവണ മന്ത്രി സ്ഥാനം ആദ്യത്തെ 2.5 വർഷം എന്ന ടേം ആയിരുന്നില്ല എങ്കിൽ, അതിന് രണ്ടാമത്തെ ടേം ആയിരുന്നു ആന്റണി രാജുവിന് നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തുനിന്ന് കൂടി ആന്റണി രാജു അയോഗ്യനാവുന്ന കാഴ്ച കൂടി കേരളം കാണേണ്ടി വന്നേനെ. ശരി, ഓക്കെ ആനന്ദൻ, ഞാൻ അടുത്തിലേക്ക് വരാം. ഇപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റിലെ മാധ്യമപ്രവർത്തകൻ, ഒരുപക്ഷെ മാധ്യമ സിൻഡിക്കേറ്റിന്റെ പിറവി പോലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയും ചെയ്യുന്നു. അനിൽ ഇമ്മാനുവൽ നമ്മളോടൊപ്പം തത്സമയമുണ്ട്. അനിൽ, ഇപ്പോൾ 2022-ൽ 10-22 തവണ ഈ കേസ് വിചാരണയ്ക്ക് വരുമ്പോഴൊന്നും ആന്റണി രാജു ഹാജരായില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വർഷം ഇത് നീണ്ടുപോകുന്നത് എന്ന ഒരു വലിയ വാർത്ത വരികയാണ്.
അതായത് ആ മന്ത്രിസ്ഥാനം പോലും, നമ്മളെയൊക്കെ ഭരിച്ച മന്ത്രിയായിരുന്ന ആ സമയം പോലും എന്ന് പറയുന്നത് നിയമത്തിന്റെ കണ്ണുകെട്ടി, നിയമത്തിന്റെ നടപടികളിൽ നിന്ന് ഒളിച്ചു മാറി നടന്ന് അധികാരത്തിന്റെ പ്രിവിലേജ് ഉപയോഗിച്ച് മാത്രം സ്വന്തമാക്കിയ ഒന്നായിരുന്നു. അതെ, അങ്ങനെ തന്നെ പറയാം. കാരണം ആ ഘട്ടത്തിൽ പക്ഷേ അത് കോടതിയിലാണ് കേസെന്ന് ഓർക്കണം. പോലീസ് ആദ്യം ഈ കേസിൽ കാണിച്ച അനാസ്ഥ അല്ലെങ്കിൽ തട്ടിപ്പുകൾ നമുക്കെല്ലാം അറിയുന്നതാണ്. പക്ഷേ 2006 മുതൽ ഈ കേസ് കോടതിയിലാണ് ഇരുന്നത്. 2006 മുതൽ 2 കോടതികൾ, 2006 മുതൽ 2014 വരെ വഞ്ചൂർ കോടതിയിലിരുന്നു. അതിനുശേഷം 2014 മുതൽ 2022 വരെ നെടുമങ്ങാട് കോടതിയിലിരുന്നു. ആ കോടതിയിൽ ഇരിക്കെയാണ് പ്രതികൾ ഈ മട്ടിൽ കോടതി നടപടികളെ വെട്ടിച്ച് നടന്നത്. അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. തൊട്ടടുത്ത ഈ കേസ് നടക്കുന്നത് നെടുമങ്ങാട് JFMC 1 കോടതിയിലാണ്. അതിൽ തൊട്ടടുത്തതിനുള്ള 2ാം കോടതിയിലെ ഇതേ നമ്പറിലുള്ള 2014 കേസ് നമ്മൾ പരിശോധിച്ചാൽ 6 തവണ കേസ് വിളിച്ചു, 2 തവണ പ്രതി ഹാജരായില്ല. അടുത്തത് അയാൾക്ക് വാറന്റ് ആകുന്നു, പോലീസ് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്നു, കേസ് തീരുന്നു. എന്ന് പറഞ്ഞാൽ ഇതേപോലെ തീരേണ്ട ഒരു കേസാണ് ഈ കേസ്. അതുപോലെ നിസ്സാരമായ ഒരു കുറ്റമാണെങ്കിൽ ഈ കേസിൽ ഇത്രയും ഗൗരവകരമായ കുറ്റങ്ങളുണ്ടായിട്ട് 8 വർഷം അവിടെ ഇരുന്നിട്ടും ഒരു വാറന്റ് പോലും കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന കാര്യം. അത് ഏത് തരത്തിൽ ഇരുന്നതുകൊണ്ട് ഏത് തരത്തിൽ അതിൽ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഈ കേസിൽ ഇടപെട്ടതെല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കേസിന്റെ മെറിറ്റിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അനുമാനത്തിൽ ഇവിടെ ഇടമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മറ്റൊരു കേസിലും ഇല്ലാത്ത സൗമനസ്യം ഇക്കാര്യത്തിൽ ഈ കേസിലെ പ്രതികളോട് കോടതിയുടെ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. അനിൽ, ഇപ്പോൾ ഈ കേസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മലയാളികൾ ഓർക്കുക എന്ന് പറയുന്നത് വെട്ടിത്തയച്ച, കൃത്രിമത്വം കാണിച്ച ഒരു അടിവസ്ത്രത്തിന്റെ പേരിലാണ്. പക്ഷെ ആ കേസ് വളരെ ഗൗരവതരമായ, നമ്മൾ ഗൗരവമായി തന്നെ നോക്കി കാണേണ്ടുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊരു കേസാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അഭിഭാഷകനായി ജോലി ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയെ, രാജ്യത്തിന്റെ സ്വൈര്യത്തെ, ഇതിനെയൊക്കെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഇടപാടിൽ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളാണ് നമ്മളെ ഭരിച്ചത്. അതെ, തീർച്ചയായിട്ടും അത് വളരെ റെലവൻ്റ് ആയ ഒരു പോയിന്റാണ്. ഞാൻ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കാലത്ത് ലഹരിക്കടത്ത് അല്ലെങ്കിൽ ലഹരി ഉപയോഗം എന്നുള്ളതിനെ കുറിച്ച് എത്ര ഗൗരവത്തിലാണ് നമ്മൾ ആലോചിക്കുക, സംസാരിക്കും, ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമ്മൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള ചാനലുകളും മറ്റു ക്യാമ്പയിനുകൾ നടത്തുന്നു, സർക്കാർ തലത്തിൽ ബോധവൽക്കരണ പരിപാടികൾ, എന്തെല്ലാം മെഷേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ, ലഹരിക്കടത്ത് കേസിലെ പ്രതിയായ വിദേശ പൗരനെ രക്ഷിക്കാൻ വേണ്ടി ഇത്ര വലിയൊരു തട്ടിപ്പ് കാണിച്ച ഒരാളാണ് ഇടതുമുന്നണി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഇരുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്നുള്ളത് ആലോചിച്ച് അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ അത് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ആ തരത്തിൽ പോലും ഇതിനെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. മുൻപ് ഞാനൊക്കെ ജോലി ചെയ്തു തുടങ്ങുന്ന കാലം മുതൽ ഈ കേസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ 25 വർഷത്തോളമാകുന്നു. പക്ഷേ എന്താണ് ഈ കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുള്ളതിനെ കുറിച്ച് ആർക്കും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ആന്റണി രാജുവിന് മത്സരിക്കാൻ സീറ്റ് നൽകുന്നതിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒന്ന് ഈ VS അച്യുതാനന്ദന്റെ ഇടപെടലാണ്. ഇങ്ങനെ ഒരാൾക്ക് സീറ്റ് നൽകാൻ കഴിയില്ല എന്ന് VS കടുപ്പിച്ച് പറഞ്ഞപ്പോഴാണ് ആന്റണി രാജുവിന് ഒരു തവണ മാറി നിൽക്കേണ്ടി വന്നത്. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനൊരു മാറ്റി നിർത്താനുള്ള സാഹചര്യം അയാളുടെ കാര്യത്തിൽ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. ശരി, ശ്രീ അനിൽ മാനുവൽ, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ TP സെൻകുമാർ കൂടി നമ്മളോടൊപ്പമുണ്ട്. ശ്രീ TP സെൻകുമാർ, ഇപ്പോൾ 2006 അങ്ങ് കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നു, ഈ കേസിൽ പുനരന്വേഷണം ഉണ്ടാകുന്നു, കുറ്റപത്രം സമർപ്പിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം 10-16 വർഷം ഒരനക്കവുമില്ലാതെ ഇരിക്കുന്നു. എങ്ങനെയാണ് ശ്രീ അനിൽ മാനുവൽ പറഞ്ഞതുപോലെ നിയമ സംവിധാനത്തിനും നീതി നിർവഹണ സംവിധാനത്തിനും ഒരു കേസിൽ ഇത്രമേൽ അനുഭാവപൂർവമായ നിലപാട് എടുക്കാൻ കഴിയുന്നത്? അത് മാത്രമല്ല, ഇത് മറ്റ് കേസുകളെ പോലെയല്ല. കാരണം ഇതിൽ പരാതിക്കാരൻ എന്ന് പറയുന്നത് ജില്ലാ കോടതിയാണ്. അപ്പോൾ ആ ജില്ലാ കോടതിയുടെ താഴെയുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ കിടക്കുന്ന കേസും കൂടിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലെ പരാതിക്കാരൻ പോലീസോ മറ്റാൾക്കാരോ ആരെങ്കിലും പ്രൈവറ്റ് പേഴ്സണോ ഒന്നുമല്ല, ജില്ലാ കോടതി തന്നെയാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ടും ഈ കേസ് വളരെയധികം വർഷങ്ങൾ അവിടെ കോടതിയിൽ കടന്നുപോയി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഞാൻ ഈ കേസിൽ വാസ്തവത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശ്രീ ജയമോഹൻ, ഇത് ആദ്യത്തെ കേസിൻ്റെ, അതായത് ആസ്ട്രേലിയക്കാരനെ മയക്കുമരുന്നായിട്ട് പിടിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹൻ, ഞാൻ കൊല്ലത്ത് 38 വർഷം മുമ്പ് SP ആയിട്ട് വരുന്ന സമയത്ത് ജയമോഹൻ അവിടെ കൊല്ലം ഈസ്റ്റിലെ SI ആയിരുന്നു. 1ാം തരം SI, ഔട്ട്സ്റ്റാൻഡിങ്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ള ഒരു SI ആയിരുന്നു.
പിന്നീട് ഞാൻ 91-ലാണെന്ന് തോന്നുന്നു ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് കാണുന്നു. കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റാണ്. അതിൽ സ്ട്രിക്ചേഴ്സ് അഗെയിൻസ്റ്റ് ജയമോഹൻ. അപ്പോൾ അത് ആ രീതിയിൽ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. എൻ്റെ അടുത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വന്നൊരു ഓഫീസർ തിരുവനന്തപുരത്ത് എത്തി എങ്ങനെ മോശമായെന്ന്. ഞാൻ നേരെ ജയമോഹനെ തന്നെ വിളിച്ചു, എന്താ ഇതിൽ സംഭവിച്ചതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ജയമോഹൻ പറഞ്ഞു, ഇത് കോടതിയിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കണം, അത് ആയിരിക്കണം കാര്യം. ഞാൻ ജയമോഹനോട് പറഞ്ഞു സുപ്രീം കോടതിയിൽ പോകണം, അദ്ദേഹത്തിന് അത് പോകാനായിട്ട് അന്നത്തെ DGP രാജ്ഭവൻ നാരായൺ സാറ് സഹായിച്ചിരിക്കണം. അതോടൊപ്പം അദ്ദേഹം ഹൈക്കോടതി വിജിലൻസിലും പരാതി കൊടുത്തു. ആ വിജിലൻസ് അന്വേഷിച്ചപ്പോൾ ഇത് മാനിപ്പുലേഷൻ കോടതിയിൽ നടന്നതാണെന്ന് കണ്ട് റിപ്പോർട്ട് ഉണ്ടായി. ആ റിപ്പോർട്ട് അനുസരിച്ച് ജില്ലാ ജഡ്ജിയോട്, തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയോട് പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അവിടുത്തെ ശിരസ്തദാർ ഇതിൻ്റെ പരാതി തരുന്നത്. അത് 1994 ഇത് ISRO കേസിന് മുമ്പാണ്. 215/94 ആയിരിക്കണം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ. കാരണം 246 ISRO കേസിൻ്റെ നമ്പർ. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇതിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഞാൻ ഈ തിരുവനന്തപുരത്തുള്ള പല ഓഫീസേഴ്സിനോടും പറയും, നോക്കൂ, നമ്മുടെ മുഖത്ത് ഈ കേസിനെ പറ്റി കുറേ സിനിമ വന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്, വളരെ മോശമായിട്ട് കാര്യവാരി തേച്ചൊരു കേസാണ്, അതുകൊണ്ട് ഇത് അന്വേഷിക്കണം, ഇതിൻ്റെ സത്യം ലോകം അറിയണം എന്ന് പറഞ്ഞ് പല പ്രാവശ്യം പറയാറുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ കൺട്രോളിലുള്ള ഒരു ഓഫീസറായിട്ട് ഞാൻ ഒരിക്കലും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ 2005 ഞാൻ IGA വന്നപ്പോൾ ആദ്യം എടുത്ത ഫയല് ഇതായിരുന്നു. ആ ഫയലിൽ അങ്ങനെ തിരിച്ചു വിളിച്ചാൽ നോക്കിയപ്പോൾ എല്ലാ എവിഡൻസുള്ള കേസാണ്. അത് റെഫർ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ആ കേസ് ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ടാക്കി വക്കം പ്രഭ DYSP ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് എവിഡൻസ് ഉണ്ടാക്കി അദ്ദേഹം അത് 2006 ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ചാർജും ചെയ്തു. അതാണ് ഇതിൽ സംഭവിച്ചത്. പിന്നീട് 6-ന് ശേഷം ഇത് കോടതിയിലെത്തിയതിന് ശേഷം ഇതേപോലെ പിന്നെ പോലീസിന് ഇതിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ സ്വന്തം കേസ് സ്വന്തം കോടതി അന്വേഷിക്കുന്നില്ലെങ്കിൽ പുറത്തുള്ള പോലീസ് എങ്ങനെ അന്വേഷിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 2006 മുതൽ 2022 വരെ, പിന്നീട് ശ്രീ അനിൽ ഇമ്മാനുവൽ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. അനിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്ന സമയത്ത് ഞാനുമായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ അനിലായിരുന്നു. അപ്പോൾ അനിലുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് സംസാരിച്ചിട്ടില്ല, കാരണം ഇത് 2006 കൊടുത്തിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റിയൊന്നും സംസാരിച്ചിട്ടില്ല. മറ്റു പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇതില്ല. പിന്നീട് അനിൽ എൻ്റെ അടുത്ത് വന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജയമോഹൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തു. ജയമോഹനെ വിളിച്ച് പറഞ്ഞു അനിലാണ് വരുന്നത്, അത് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അനിലിനെ ജയമോഹൻ്റെ അടുത്ത് വിട്ടത്. പക്ഷേ എനിക്ക് അപ്രീസിയേഷൻ ഉള്ളത് തീർച്ചയായിട്ടും അനിൽ എന്തുമാത്രം റിസ്ക് ഇതിലെടുത്തു എന്നുള്ളതാണ്. സ്വന്തം ജോലി കളഞ്ഞു. അത് കളഞ്ഞ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പോയി. അതുകൊണ്ടാണ് ഈ കേസ് ജീവൻ വെച്ചത്. അതല്ലെങ്കിൽ ഇതിലെ സാക്ഷികളെല്ലാം മരിച്ചുപോയി ഈ കേസില്ലാതായാൽ. നോക്കണം, ഇത്ര അധികം വർഷം. അതായത് എനിക്ക് തോന്നുന്നു ശ്രീമതി മാധവന് ഒക്കെ അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടാകില്ല. അപ്പോൾ അത്രയും വർഷം മുമ്പുള്ള കേസാണ്. ആൾക്കാർ ഇതിൽ കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു ജീവിത പരിധിയൊക്കെ ഉണ്ട്. അവരെല്ലാം മരിച്ചു പോകും. ഇതിൽ സാക്ഷികളായിട്ട് വരേണ്ടവരെല്ലാം മരിച്ചു പോകും. കേസിന് നാച്ചുറൽ ഡെത്ത് വന്നു പോയാന് അത് ഇല്ലാതാക്കി ഈ കേസിന് ജീവൻ വെപ്പിച്ചത് അനിൽ ഇമ്മാനുവലാണ്. അപ്പോൾ അനിൽ ഇമ്മാനുവലിനോട് എനിക്ക് ഞാൻ കാലത്ത് എല്ലാവരോടും പറഞ്ഞു, ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ അതിൽ 60% ക്രെഡിറ്റ് ഞാൻ അനിലിന് കൊടുക്കും, 20% പ്രോസിക്യൂട്ടർക്കും, 20% ക്രെഡിറ്റ് വക്കം പ്രഭയ്ക്കും കൊടുക്കും. ഞാനൊന്നും ഒരു ക്രെഡിറ്റ് എടുക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ പുറകെ നിന്നു. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്തുകൊണ്ട് IPS ഓഫീസേഴ്സ് ഇതിൽ സമ്മർദ്ദത്തിന് വിധേയരായി? കാരണം എനിക്കൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല. ആരും എന്നെ വിളിച്ചില്ല. പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഓഫീസർ ലെവലിൽ ഒന്നും ഒരു പ്രഷറും എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഈ കേസ് പോലീസിൽ 11 വർഷം പെൻഡിങ്ങിൽ കിടന്നതെന്ന് എനിക്ക് അറിയില്ല. ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഞാൻ റിപ്പോർട്ട് കൊടുത്തിരുന്നു, നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരെല്ലാം റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല. ഏതായാലും ഈ രീതിയിൽ എത്തിയതിൽ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയും നടക്കും. വളരെ വിചിത്രമായിട്ടൊരു കേസ്.
ഇപ്പോഴുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പഠിക്കേണ്ട ഒരു കേസ്. കാരണം എന്തുകൊണ്ട് അവരുടെ സീനിയർ ഉദ്യോഗസ്ഥരായ പ്രത്യേകിച്ച് IPS ഉദ്യോഗസ്ഥർ തീരെ നട്ടലില്ലാതെ ഈ പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകുന്നു, പറയുമ്പോഴേക്കും എല്ലാം ചെയ്തു കൊടുക്കാൻ നിൽക്കുന്നു, വളരെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു, കേസ് പ്രോപ്പറായിട്ട് അന്വേഷിക്കാതിരിക്കുന്നു. എനിക്ക് അത്ഭുതമാണ്. കാരണം പലതിലും ഒരു സമ്മർദ്ദവും ഇല്ലാതെയാണ് അവർ വിധേയരാകുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. ശരി. അപ്പോൾ ഇത് ജയമോഹൻ എന്നൊരു ഓഫീസർ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിൽ നടക്കുന്നൊരു കേസ് കൊല്ലത്തെ SP ആയിരിക്കുന്ന എനിക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ലൊരു ഓഫീസറുടെ ആ ഫേസ് സേവ് ചെയ്യാനായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു ആകാംക്ഷയാണ് ഈ കേസിൽ എന്നെ കൊണ്ടെത്തിച്ചത്. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പോലീസിൽ തന്നെ കിടന്ന് റെഫർ ചെയ്ത് പോകുമായിരുന്നു. ഓക്കെ, ശ്രീ ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ അനിൽ ഇമ്മാനുവൽ, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ വെങ്ങാനൂർ ശിവശങ്കർ, അങ്ങ് വിധി വായിക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ വിധി വന്നത്. ഇതിൽ പക്ഷേ ഏറ്റവും ഇപ്പോൾ 2022 ഈ വലിയ വാർത്ത വരുമ്പോൾ 22 തവണ കോടതി ഈ കേസ് പരിഗണിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല എന്ന് പറയുന്ന വലിയ വാർത്ത വരുന്ന ദിവസം ഞാൻ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട്. അന്ന് ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, ശ്രീ സെൻകുമാർ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തെളിവുകളും ഉള്ളൊരു കേസാണ്. അതിൽ ഇത് റിസീവ് ചെയ്തു എന്നും ഇത് റിട്ടേൺ ചെയ്തു എന്നും കൃത്യമായി ഈ 4 മാസ കാലയളവിനുള്ളിൽ പറയുന്നുണ്ട്. ഇനി അഥവാ കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ കൈവശം വെക്കേണ്ടതല്ല എന്ന ബന്ധുവിന് തോന്നിയിട്ട് തിരികെ കോടതിയുടെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ വീണ്ടും എടുത്ത് തിരിച്ചു വെക്കുകയാണ് ഈ ചെസ്റ്റിലേക്ക്. അതായത് ഈവൻ ഈ തൊണ്ടി മുതൽ ചെസ്റ്റിലാണ് ഉണ്ടാവുക. മറ്റുള്ളത് അതിന് മഹസർ തയ്യാറാക്കുകയാണ്. മറ്റുള്ളതുപോലെ ഒരു രജിസ്റ്ററോ അങ്ങനെയുള്ളതുപോലെ ഒന്നല്ല. അപ്പോൾ 2 സെക്ഷനിൽ നിന്ന് ഇത് കൃത്യമായി ഒരാൾ ഒപ്പിട്ട് വാങ്ങിക്കൊടുക്കുന്നു. മാത്രമല്ല അഭിഭാഷകൻ ഒപ്പിട്ട് വാങ്ങി കൊടുക്കേണ്ടതല്ല, അത് നിത്യോപയോഗ സാധനങ്ങൾ എന്ന രീതിയിൽ ബന്ധു തന്നെ ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്ന ഒരു കേസിൽ എന്തുകൊണ്ടാണ് ജാഗ്രത ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജാഗ്രത ഉണ്ടായിട്ടുണ്ട്, അത് ഈ കുറ്റകൃത്യം നടക്കാൻ വേണ്ടിയാണ്. സെൻകുമാർ സാറുണ്ട്, അനിൽ ഇമ്മാനുവലുണ്ട്. അവർക്കാർക്കും അറിയാത്ത വിഷയങ്ങളല്ല ഞാൻ ഈ പറയുന്നത്. അതായത് പേഴ്സണൽ ബിലോങ്ങിങ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോടതി ഉത്തരവുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്ന് പറയുന്ന സാധനങ്ങൾക്കകത്ത് സാധാരണഗതിയിൽ വരുന്നത് അവരുടെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ പേന, പേഴ്സ്, അത്തരം സംഗതികളൊക്കെ വരും. അപ്പോൾ ഇത് തൊണ്ടി മുതൽ വരില്ല, ഓഫ് കോഴ്സ് തൊണ്ടി മുതൽ വരില്ല. അപ്പോൾ ആ പറഞ്ഞ പ്രോസസ്സിനകത്ത് ഇപ്പോഴും ഒരു അപ്പീലിന് സ്കോപ്പുള്ള ഒരുപാട് സംഗതികൾ കിടപ്പുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ആ സംഗതികൾ റിസീവ് ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്തതിനെ സംബന്ധിച്ച് ചില ഡിസ്ക്രിപ്പൻസീസ് വളരെ എവിഡൻ്റ് ആയിട്ട് നിലവിലുണ്ട്. രണ്ടാമത്തൊരു കാര്യം, ഒരു ഒരു പ്രധാനപ്പെട്ടൊരു സംഗതി എന്ന് പറയുന്നത് ഈ പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്തുകൊണ്ട് പ്രതിയുടെ റിലേറ്റീവ്സിന് വിട്ടുകൊടുത്തു തുടങ്ങിയ ആ കോടതി ഉത്തരവ് എന്ന് പറയുന്ന സാധനം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്ന് വളരെ ഫ്ലാറ്റായി പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ സാധനം കൂടി തെറ്റിദ്ധരിച്ച് കൊടുക്കപ്പെട്ടിട്ടുണ്ടാവാം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഒരു പക്ഷേ, ഞാൻ ന്യായീകരിക്കുന്നതല്ല. പിന്നെ അതിനേക്കാൾ വലിയൊരു സംഗതി ഞാൻ പറയുന്നത്, ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ന്യായീകരിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ അനിൽ ഇമ്മാനുവൽ അദ്ദേഹമോ സെൻകുമാർ സാറോ ഒക്കെ എടുത്ത എഫേർട്ട് തെറ്റാണ് എന്ന് പറയുന്നതല്ല. അതുപോലെ തന്നെ ആ MO സീൽ ചെയ്ത് സൂക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ട്. അത് സീല് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് ഒരു തർക്കമുണ്ട്. ആ സീല് ചെയ്തിരുന്നു എന്നൊരു പ്രൂഫുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു ഓബ്ജക്റ്റ് ഏത് തരത്തിലാണ് അവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എവിടെയുണ്ട്. സ്വാഭാവികതയില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ മാഡം. അതായത് ഒരു സീല് ചെയ്ത് സൂക്ഷിക്കാതിരുന്നൊരു സംഗതി ഒരു ചെസ്റ്റിൽ സൂക്ഷിക്കാതിരുന്ന, തൊണ്ടി മുതലായി നമ്പർ ചെയ്ത് സീല് ചെയ്ത് ചെസ്റ്റിൽ സൂക്ഷിക്കാതിരുന്നൊരു സംഗതിയിൽ മാനിപ്പുലേഷൻ ഏത് സമയത്ത് വേണോ പോസിബിളാണ് എന്ന് പറഞ്ഞൊരു വാദം അപ്പീൽ റൈസ് ചെയ്യാം. ഇത് ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഡിഫൻസ് ലോയർ എന്നുള്ള നിലയ്ക്ക് അപ്പീലിൽ റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തരം കോൺട്രഡിക്ഷൻസ് ഇതിനകത്തുണ്ട്. അത് ഒന്ന്, ഈ പ്രോപ്പർട്ടി റിസീവ് ചെയ്തത്, അത് സൂക്ഷിച്ച രീതി, അത് സീല് ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. രണ്ടാമത്തൊരു സാധനം എന്ന് പറയുന്നത്, ഈ ട്രയൽ സൈഡിൽ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് മാർക്ക് ചെയ്യുന്നത് ആ സാധനം വിറ്റ്നസിനെ കാണിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ജയമോഹൻ സാർ, ഞാൻ അദ്ദേഹത്തിന് എനിക്ക് പേഴ്സണലി അറിയില്ല, അദ്ദേഹത്തിന് ഈ ചാനൽ ചില വാർത്തകളിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം സ്പെസിഫിക്കായി പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് ട്രയൽ സൈഡിൽ തന്നെ പ്രതിഭാഗം അഡ്വക്കേറ്റ് ഈ കണ്ടൻഷൻ റൈസ് ചെയ്തിരുന്നു. അതായത് ആ അണ്ടർ ഗാർമെൻറ്റ് ഇയാൾക്ക് സ്യൂട്ട് ചെയ്യുന്ന സാധനമല്ല എന്നൊരു തർക്കം റൈസ് ചെയ്തിരുന്നു എന്ന്
അദ്ദേഹം ചാനൽ ചർച്ചകളിൽ അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത ബൈറ്റുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു തർക്കം റൈസ് ചെയ്ത് ആ ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് ആ വിറ്റ്നസ്സിന് കയ്യിൽ കൊടുത്ത് അദ്ദേഹത്തിനെ കാണിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനോട് ഈ മെറ്റീരിയൽ ഓബ്ജക്റ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് റൈസ് ചെയ്യാമായിരുന്നു. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ട്രയൽ സൈഡിൽ വന്നിരുന്നു. സോ അന്നാണ് സംശയം തോന്നേണ്ടിയിരുന്നത്. ആ സംഗതികൾ അദ്ദേഹത്തിന് പരിശോധിക്കാനും കഴിയുമായിരുന്നു. അപ്പോൾ ആ സംഗതി അപ്പീലിൽ പോയി ആ ഫാക്റ്റ് ഫൈൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ മാത്രമേ ഞാനും ഇത് ശ്രദ്ധിച്ചുള്ളൂ എന്ന് പറയുന്നത് പ്രതികൾക്ക് അപ്പീലിന് സ്കോപ്പ് തരുന്നൊരു സാധനമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഞാനീ പറയുന്നത് പ്രതികൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നോ തെറ്റ് ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷേ അപ്പീലിൽ പോസിറ്റീവായിട്ട് ഓർഡർ കിട്ടാനുള്ള വളരെ അധികം മെറ്റീരിയൽസ് ഇപ്പോഴും ആ കേസിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇത് ചെയ്തതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? അതായത് ഇങ്ങനൊരു ഗൂഢാലോചന നടത്തി ജോസും ആന്റണി രാജു എന്ന അഭിഭാഷകനും ചേർന്ന് ഇങ്ങനെ സംഗതി ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? അയാൾ പ്രതിയാവണ്ടേ? ഒരു മരിച്ചുപോയ ആളാണെങ്കിൽ പോലും അയാളെ നമ്മൾ പ്രതിസ്ഥാനത്ത് ചേർത്തിട്ട് ചാർജ് അബേറ്റഡ് എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് കൊടുക്കാറ്. ഇതിനകത്ത് ജോസിനോ ആന്റണി രാജുവിനോ അല്ല ബെനിഫിറ്റ്. ആ ബെനിഫിറ്റ് വന്നിരിക്കുന്നത് ആ പ്രതിക്കാണ്. ആ പ്രതി എങ്ങനെയാണെങ്കിൽ ഈ കോൺസ്പിറസിയിൽ പാർട്ട് ആൻഡ് പാഴ്സൽ അല്ലേ, അയാളോടെ പോയി. ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം, ഇവർക്ക് ജോസിന് എന്ത് കിട്ടി, ആന്റണി രാജുവിന് എന്ത് കിട്ടി? ഇത്തരത്തിലുള്ള ഒരു സംഗതി ചെയ്യുന്നത് വഴി അവർ ഡിറൈവ് ചെയ്ത അഡ്വാൻറ്റേജ് പ്രൂവ് ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ അത്തരത്തിലൊരു സാധനമുണ്ടോ? അത് ഞാൻ വിശദമായിട്ട് എനിക്ക് വിഷയം അറിയില്ല. അനിൽ സാറും സെൻകുമാർ സാറും ഒക്കെ മറുപടി പറയട്ടെ. എങ്കിലും ഒരു പ്ലെയിൻ റീഡിങ്ങിൽ ഇങ്ങനെയൊക്കെ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ കേസിൽ മുഴച്ചു നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ അനിൽ ഇമ്മാനുവൽ, ഇപ്പോൾ ഈ 10-22 വർഷക്കാലം ഈ വിസ്താരമില്ലാതെ വിചാരണയില്ലാതെ ഇതിങ്ങനെ പോയതിന് മുൻപുള്ള കഥയാണ് ശ്രീ വെങ്ങാനൂർ ശിവശങ്കർ പറഞ്ഞത്. അതായത് ഈ വിചാരണ വേളയിൽ തന്നെ ഇത് ഇദ്ദേഹത്തിൻ്റെതല്ല, ഇദ്ദേഹത്തിന് ചേരുന്നതല്ല എന്നൊരു വാദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 10 വർഷത്തെ ശിക്ഷ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? 1 ലക്ഷം രൂപ പിഴയും അന്ന് വിധിച്ചിരുന്നു. ശേഷമാണല്ലോ ഈ അട്ടിമറികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൽ നിന്ന് എഴുതിയത് MO2 എന്ന് മാർക്ക് ചെയ്ത ഒന്നാണ് അവിടെയുള്ളത്. അത് അതിൻ്റെ FIR-ലടക്കം തൊണ്ടി മുതലടക്കം FIR-ൽ ഒരു പക്ഷേ ഉണ്ടാവില്ല, പക്ഷെ തൊണ്ടി മുതലടക്കം ആസറടക്കം കൃത്യമായി രേഖപ്പെടുത്തി പോന്ന ഒരു കാര്യം പിന്നീട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെതല്ല എന്ന വാദം ഉണ്ടാവുകയും ആ വാദം പരിഗണിക്കാതെയാണോ ഇദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുന്നത്? ഈ വാദങ്ങളെല്ലാം കോടതിയിൽ വളരെ വിശദമായിട്ട് ഉന്നയിക്കപ്പെട്ടതാണ്. ഏതാണ്ട് ഒരു 90% ദിവസങ്ങളും ഈ വാദങ്ങൾ ഞാൻ കോടതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് കൃത്യമായി പറയാൻ കഴിയും. ഈ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഒരല്പം വിശദാംശം പറയാം. അതായത് ഈ തൊണ്ടി മുതലിൽ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തിയെന്ന് പറയുന്നത് ഈ ശിക്ഷ വിധിച്ച ശേഷമല്ല. തിരുവനന്തപുരത്ത് സെഷൻസ് കോടതി ഇതിന്റെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ ഇതിൽ ഈ കൃത്രിമത്വം വരുത്തിയിരുന്നു. അതുകൊണ്ടാണ് അവർ കോടതി വെച്ച് അവർക്ക് ഈ വിചാരണക്കിടെ ഉന്നയിക്കാത്ത ഒരു പുതിയ വാദവും അപ്പീലിൽ ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രീ കുഞ്ഞിരാമേനോന്റെ അഭിഭാഷകൻ പേരിന് മാത്രം ഈ അടിവസ്ത്രം എന്റെ പ്രതിക്ക് ചേരുന്നതല്ല എന്ന് വിചാരണ കോടതിയിൽ ഒരു വാദം ഉന്നയിച്ചിരുന്നു. അപ്പോൾ തന്നെ KK ജയമോഹൻ അതിനെ കൗണ്ടർ ചെയ്തു. അത് അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ ഊരി വാങ്ങിയത് തന്നെയാണ്, വേണമെങ്കിൽ ഇടിയിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അത് രേഖപ്പെടുത്തി പ്രത്യേകം കോടതിയിൽ അദ്ദേഹത്തിന്റെ വിസ്താരത്തിലും അല്ലാതെ എല്ലാം വന്നതുമാണ്. അപ്പോൾ പക്ഷെ അവരവിടെ അതിന് ശ്രമിച്ചില്ല. പകരം അവർ ഹൈക്കോടതിയിൽ അപ്പീൽ വരുമ്പോൾ മാത്രമാണ് ഇടിവിച്ചു നോക്കണമെന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. അതനുസരിച്ച് ഇടിവിച്ചു നോക്കുന്നു, പ്രതിക്ക് ചേരുന്നില്ല എന്ന് കാണുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ പ്രതി ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് നാടുവിടുകയാണ്. ഇത് ജയമോഹൻ, ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ KK ജയമോഹൻ അറിയുന്നത് ഏതാണ്ട് 3-4 ദിവസം കഴിഞ്ഞ് മാതൃഭൂമി പത്രത്തിൽ ഇതിനെ സംബന്ധിച്ച് വാർത്ത കാണുമ്പോഴാണ്. അന്നത്തെ എന്താ ലൈവായി റിപ്പോർട്ടിങ്ങോ തൊട്ടടുത്ത ദിവസം വാർത്ത വരുന്ന രീതികളോ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൽ ഇടപെടാൻ കഴിയുന്നതിന് മുമ്പ് പ്രതി രാജ്യം വിട്ടിരുന്നു. ഇനി നേരത്തെ അദ്ദേഹം നമ്മൾ ചർച്ചയ്ക്കിടെ പറഞ്ഞതുപോലെ ഈ വാദം ഈ ഇടിവിച്ചു നോക്കണമെന്ന് സ്ട്രെസ് ചെയ്ത് വിചാരണ കോടതിയിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? KK ജയമോഹൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എല്ലാ ദിവസവും വിചാരണയ്ക്ക് ഹാജരാകണമല്ലോ സ്വാഭാവികമായി. അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഇതിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം റേസ് ചെയ്യും. അവിടെ വെച്ച് ഇടിവിച്ച് നോക്കുകയും ഹൈക്കോടതിയിൽ സംഭവിച്ചതുപോലെ ചേരാതെ വരികയും ചെയ്താൽ KK ജയമോഹൻ അവിടെ വെച്ച് തന്നെ റേസ് ചെയ്യും. അവിടെ വെച്ച് തന്നെ റേസ് ചെയ്യുകയും അത് പിടിക്കപ്പെടുകയും ചെയ്യും. മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. തൊണ്ടിയിൽ തിരിമറി ഉണ്ടെന്ന് KK ജയമോഹൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇടിവിച്ചു നോക്കുന്നു, ചേരുന്നില്ല. അപ്പൊ തന്നെ തൊണ്ടി രജിസ്റ്റർ കൊണ്ടുവരുന്നു. അതിൽ ആന്റണി രാജു എന്ന അഭിഭാഷകൻ ഒപ്പിട്ട് വാങ്ങിയതിന് 4 മാസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവച്ചതിന്റെയും രേഖയുണ്ട്. വിചാരണ അവിടെ നിർത്തിവെച്ച് ഈ അന്വേഷണങ്ങളെല്ലാം അന്ന് നടന്നേനെ. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്
വിചാരണ കോടതിയിൽ നിന്ന് ഉന്നയിച്ചു എന്ന് വരുത്തി കെ ജയമോഹൻ പരിശോധിക്കാമെന്ന് പറഞ്ഞെങ്കിൽ അത് കേൾക്കാതെ മുന്നോട്ട് പോയി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ മാത്രം, ജയമോഹന്റെ സാന്നിധ്യമില്ലാത്തൊരു സ്ഥലത്ത് എത്തിയപ്പോൾ മാത്രം ഇക്കാര്യം അവിടെ ഉന്നയിക്കുകയും ഇടിവിച്ചു നോക്കണമെന്ന് പറയുകയും പ്രതിയെ വിട്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇനി മറ്റൊരു കാര്യം കൂടെ പരിഗണിക്കണം. ഇവിടെ ആരാണ് ആന്റണി രാജുവിന് വേണ്ടി ഹാജരായത്? കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന പ്രഗത്ഭനായ അഭിഭാഷകൻ എന്ന വിശേഷണമുള്ള അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്താണ് ഹാജരായത്. CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്ന അങ്ങനെ വലിയ പരിചയസമ്പത്തുള്ള അഭിഭാഷകനാണ് ഹാജരായത്. മറുവശത്ത് പ്രോസിക്യൂഷൻ വേണ്ടി ആരാണ്? ഒരു അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞ ജൂനിയർ അഭിഭാഷകനാണ്. ജൂനിയർ എന്ന് ഞാൻ പറയുമ്പോൾ പ്രവൃത്തി ഈ ശാസ്തമംഗലം അജിത്തിനുമായിട്ട് കമ്പയർ ചെയ്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഭിഭാഷകൻ ആയിട്ട് പോലും അദ്ദേഹം വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിന്റെ എല്ലാ വശങ്ങളും ഇത്രയും വർഷത്തെ കേസിന്റെ രേഖകളെല്ലാം പരിശോധിച്ച് തന്നെ അദ്ദേഹം ആണ് ഈ കേസിനെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്, ഈ നിലയിൽ ഇതിനെ വിജയത്തിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്തരം വാദങ്ങളൊന്നും അവിടെ ഉന്നയിക്കാതെ പോയതോ ആരും ശ്രദ്ധിക്കാതെ പോയതോ അല്ലെങ്കിൽ അഭിഭാഷകനെ ബാധിച്ച് ജയിക്കാൻ കഴിയാതെ പോയതോ ഒന്നുമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ പറയുന്നത്. ആരും പറയുന്നതിൽ അർത്ഥമില്ല എന്നല്ല. ആ വാദങ്ങളൊക്കെ ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാനതിൽ ഈ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം എടുത്ത് ഞാൻ എക്സാമ്പിളായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ശ്രീ TP സെൻകുമാർ, ഇപ്പോൾ ശ്രീ വെങ്ങാനൂർ പറഞ്ഞ സമയത്ത് പറഞ്ഞ രണ്ട് കാര്യം. ഒന്ന്, അത് സീൽ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സീൽ ചെയ്തിട്ടുണ്ടെന്നും ഇല്ല എന്നും വേണമെങ്കിൽ വാദിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ അനിൽ ഇമ്മാനുവൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോടതിയുടെ കാര്യത്തിലാണെങ്കിൽ ശ്രീ വെങ്ങാനൂരും അങ്ങേക്കുമൊക്കെ അറിയാവുന്നതാണ്, ഈ എല്ലാ ദിവസത്തെയും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വിട്ടുകൊടുക്കുകയോ അത് സൂക്ഷിക്കുകയോ ചെയ്യുന്നിടത്തല്ല തൊണ്ടി മുതൽ സൂക്ഷിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് അത് എടുത്തു ചോദിക്കുകയും ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായി വിട്ടുകൊടുത്ത ഒന്നല്ല എന്നുള്ളത് കോടതിക്ക് പരിഗണിക്കാമല്ലോ. അതിന് മറ്റ് തെളിവുകളോ അതിന് മറ്റ് ചോദ്യം ചെയ്യലുകളോ ആവശ്യമില്ലാത്ത ഒന്നല്ലേ? ഉത്തരവ് എന്താണ്? ഇവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് ഉതകുന്ന സാധനങ്ങൾ അത് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ വിട്ടുകൊടുത്തത് തൊണ്ടി മുതലാണ്. ഇത് തിരിച്ചു കൊണ്ടുവരുന്നത് 4 മാസത്തിന് ശേഷമാണ്. തിരിച്ചു കൊണ്ടുവരുന്നത് സ്വേച്ഛയാണ്. അപ്പോൾ പോലും ഒരു സംശയവും, ഒരു തൊണ്ടി മുതൽ ഒരാൾ കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവരുമ്പോൾ ഒരു സംശയവും ഉണ്ടാകാത്ത സംവിധാനം എത്ര നിഷ്കളങ്കമാണ്. അത് കോടതിയിലാണ്. കോടതിയിൽ മാത്രമല്ല, ഇത് ആദ്യം വിട്ടുകൊടുക്കുന്നതിനും അതുകൊണ്ടാണല്ലോ 120B നിന്നത്. 120Bക്കുള്ള ശിക്ഷ കിട്ടിയത് അതുകൊണ്ടാണ്. അപ്പോൾ അത് വളരെ വളരെ ക്ലിയറായിട്ട് അതിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അത് പോലീസിൻ്റെ കൺട്രോളിലല്ല, അത് സംഭവിക്കുന്നത് കോടതിയുടെ കൺട്രോളിലാണ്. കോടതിയുടെ എന്ന് വെച്ചാൽ കോടതിയിലുള്ള മറ്റ് മിനിസ്ട്രിയൽ സ്റ്റാഫിൻ്റെ കൺട്രോളിലാണ് അത് നടക്കുന്നത്. അതിൽ പോലീസിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ തൊണ്ടി മുതലിൽ അത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ അളവുകളൊക്കെ ജയമോഹൻ കൃത്യമായിട്ട് എടുത്തിരുന്നു. അരക്കെട്ടിന് ഇത്ര വീതി എന്നുള്ളതും അതൊക്കെ കൃത്യമായിട്ട് എടുത്തിരുന്നു. അപ്പോൾ അവർ 2 കാല് മാത്രമേ കട്ട് ചെയ്ത് ചെറുതാക്കിയുള്ളൂ. അരക്കെട്ടൊക്കെ ആ വലിപ്പം തന്നെ വെച്ചിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിലെ പ്രതി ഓസ്ട്രേലിയയിൽ തിരിച്ചു പോയിട്ട് അവിടെ ഒരു മർഡർ കേസിൽ പ്രതിയായി. ആ പ്രതിയായതിനു ശേഷം അയാൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് അയാളുടെ സഹതടവുകാരനോട് ഇന്ത്യയിൽ സംഭവിച്ച കാര്യം പറയുകയും അവിടെ കൊടുത്ത കൈക്കൂലിയുടെ അയാൾക്ക് ചിലവായ പൈസ കൈക്കൂലിയല്ല. അപ്പോൾ അത് ഇന്റർപോൾ വഴി CBI വഴി അത് കിട്ടി. അതെല്ലാം എവിഡൻസിൻ്റെ പാർട്ടായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പറഞ്ഞ വാദങ്ങളൊന്നും നിലനിൽക്കില്ല. അപ്പം അതുകൊണ്ട് വളരെ എന്താണ് പറയുന്നത്, എന്ത് കുറ്റകൃത്യം ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കും. അതൊരു ക്ലീൻ പ്രൂഫുള്ള ഒരു കേസാണിത്. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും അപ്പീൽ പോകട്ടെ. എല്ലാ കേസിലും അങ്ങനെയാണല്ലോ. ശരിയാണ്. ഒരു പ്രേരണയും ഇല്ലാതെയുള്ള വെളിപ്പെടുത്തലാണ് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് സ്വാഭാവികമായും നിയമ സംവിധാനത്തിന് പരിഗണിച്ചേ പറ്റുകയുള്ളൂ എന്നാണ് അങ്ങ് പറഞ്ഞതിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ശ്രീ അനിൽ ഇമ്മാനുവൽ. ഒപ്പം ശ്രീ TP സെൻകുമാർ ഞങ്ങളോട് സംസാരിച്ചത്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇന്നിപ്പോൾ വഞ്ചിയൂർ കോടതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സ്വാഭാവികമായ അയോഗ്യതയാണ്. ഇനിയിപ്പോൾ രാജിവെക്കണം അല്ലെങ്കിൽ രാജി ആവശ്യപ്പെടണം ഇതൊന്നുമില്ല. എന്നിട്ടും ഈ പ്രതിഷേധം എന്തിനായിരുന്നു? അത് പോയ കാലത്ത് അധികാരത്തിലിരുന്നത് അധികാര ദുർവിനിയോഗം നടത്തിയാണ് എന്നുള്ളത് കൊണ്ടാണോ? അല്ല, മാറ്റം സ്വാഭാവികമായിട്ടും LDFിലെ ഒരു MLA ഇത്തരത്തിലൊരു കേസിൽ അയോഗ്യനാക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു രാഷ്ട്രീയ വിഷയം എന്നുള്ള രീതിയിൽ യുവജന സംഘടനകൾ അക്കാര്യത്തിൽ പ്രതികരിക്കുമല്ലോ. അത്തരമൊരു പ്രതികരണമായിട്ട് കണ്ടാൽ മതി. കേരളത്തിൽ അങ്ങനെ തന്നെയല്ലേ സാധാരണ രീതിയിൽ സംഭവിക്കുക. ഇതിപ്പോൾ ഒരു UDFിൻ്റെ MLAക്കെതിരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അപ്പുറത്തുള്ളവർ ഇത് തന്നെ ചെയ്യുമായിരിക്കും. പക്ഷേ ഈ വിഷയം പൊതുശ്രദ്ധയിൽ വരേണ്ടതുണ്ട്. കാരണം ആളുകൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കാം, നമുക്കൊക്കെ തെറ്റുകളൊക്കെ സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഇതൊരു യാദൃശ്ചികമായിട്ട് സംഭവിച്ച തെറ്റല്ല. വളരെ
വളരെ കരുതിക്കുട്ടി അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത പുലർത്താതെ ഈ രാജ്യത്തെ നീതി നിർവഹണ സംവിധാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഒരു കള്ളം വർഷങ്ങൾക്ക് ശേഷം തെളിയിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് ഒരു പ്രതിപക്ഷ സംഘടന എന്നുള്ളവർക്ക് യൂത്ത് കോൺഗ്രസും ഒക്കെ അതിൽ പ്രതികരിക്കേണ്ടതുണ്ട്, അത് ജനശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്, കേവലം ഒരു അഡ്വക്കേറ്റ് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി കൂടിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പൊതുസമൂഹത്തോട് ചെയ്ത ഒരു വഞ്ചന കൂടിയാണ്. അപ്പോൾ അതെല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം പ്രതിഷേധം ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ ആദ്യം ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് മാധ്യമ പ്രവർത്തകരെ കുറിച്ച് ഇന്നത്തെ കാലത്ത് വലിയ ആക്ഷേപങ്ങൾ പൊതുവിൽ ഭരണകർത്താക്കൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. ആ സമയത്താണ് അനിൽ ഇമ്മാനുവലിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ അവരുടെ വ്യക്തി ജീവിതത്തിൽ പോലും പലതരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ഇത്തരം പോരാട്ടം നടത്തി മുന്നിലേക്ക് വരികയും ജയിക്കുകയും ചെയ്യുന്നത്. അതിന് നമ്മളെല്ലാവരും അഭിനന്ദിക്കണം. എനിക്ക് മുമ്പേ പലരും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനും ആത്മാർത്ഥമായിട്ട് അത്തരത്തിലുള്ളൊരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുക. അത് മാത്രമല്ല, ഇവിടെ വേറെ 2 വിഭാഗത്തിൽപ്പെട്ട സംവിധാനങ്ങളുടെ കൂടി അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയാണ് ഇന്ന് വന്നത്. ഒന്ന് മാധ്യമപ്രവർത്തകരുടെ, 2 കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ചില ശ്രദ്ധക്കുറവ്, വീഴ്ചകൾ, കാലതാമസം, ഇതിനെല്ലാം പരിഹരിക്കുന്ന രീതിയിൽ വർഷങ്ങൾക്ക് ശേഷം സത്യം ജയിക്കും എന്നുള്ളൊരു വിധി പുറത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് ഈ സംവിധാനങ്ങളൊരു വിശ്വാസ്യത വീണ്ടും പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നു. മൂന്നാമത്തത്, കേരള പോലീസിന് സംഭവിച്ചൊരു മാനക്കേടിൽ നിന്ന് കേരള പോലീസിൻ്റെ മാനം ഉയർത്തിപ്പിടിക്കുന്ന, തലയെടുപ്പ് കൊടുക്കുന്ന ഒരു വിധിയാണ് ഇന്ന് സംഭവിച്ചത്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, കേരള പോലീസിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊന്നും ഇത് കാര്യമായി അറിഞ്ഞതായി ഭാവിക്കുന്നില്ല, അത്തരത്തിലൊരു സന്തോഷമുള്ളതുമായിട്ട് കാണുന്നില്ല. റിട്ടയർഡ് ആയിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുകയും അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ, അവരുടെ കൃത്യനിർവഹണത്തെ, കാര്യശേഷിയെ വ്രണപ്പെടുത്തുന്ന രീതിയിലുണ്ടായ മുൻപുണ്ടായ പല വിധികളെയും അവർ പിന്നീട് തിരുത്തുന്ന അവരുടെ പോരാട്ടത്തിൻ്റെ വിജയമായിട്ട് മാത്രം മാറുകയാണ്. അങ്ങനെ ആയ പോരാ, കേരള പോലീസിന് കൂടി അഭിമാനിക്കപ്പെടാമെന്ന ഒരു കാര്യമാണ് സംഭവിച്ചത്. പക്ഷെ ആ രീതിയിൽ ആഭ്യന്തര വകുപ്പ് അതിനെടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട വക്കീൽ, അദ്ദേഹത്തിൻ്റെ പേര് വെങ്ങാനൂർ ശിവശങ്കർ അല്ലേ, അദ്ദേഹം പറഞ്ഞത് ഇതിൽ ബെനിഫിഷ്യറി തിയറിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? പ്രതി അല്ലേന്ന്. ഇതിൽ ബെനിഫിഷ്യറി പ്രതി മാത്രമല്ല, പ്രതിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലും അവരെ സഹായിച്ചിട്ടുള്ള കോടതിയിലെ ക്ലർക്കും എല്ലാവരും ബെനിഫിഷ്യറിയാണ്. കാരണം ഒരു പ്രതിയെ ഇത്തരത്തിൽ വഴിവിട്ട് സഹായിക്കുമ്പോൾ കിട്ടുന്ന സാഹചര്യം എന്തൊക്കെയായിരിക്കും? പാരിതോഷികം ഉണ്ടാകാം, ഫീസ് ഉണ്ടാകാം, വലിയ പ്രശസ്തി ഉണ്ടാകാം. ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രതികളെ ഏത് രീതിയിലും രക്ഷപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഒരു പ്രശസ്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിന് പോലും ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാ രീതിയിൽ നോക്കുമ്പോൾ ബെനിഫിഷ്യറി തിയറി ഒക്കെ അപ്ലൈ ചെയ്താലും ഈ ആന്റണി രാജു ആ കാര്യത്തിൽ അങ്ങനെ നോക്കുമ്പോഴും സംശയത്തിൻ്റെ മുമ്പിലാണ്. സംശയത്തിൻ്റെ അല്ല, തെറ്റ് ചെയ്യപ്പെട്ടു എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് നിലനിൽക്കുന്നത്. അവിടെ ഒരു കാര്യം, ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ, ശിവശങ്കരൻ വക്കീൽ പറഞ്ഞ പോലെയാണെങ്കിൽ ആന്റണി രാജു നിഷ്കാമകർമ്മി എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണോ ഇതുപോലെയുള്ളൊരു മയക്കുമരുന്ന് കേസിലെ പ്രതിയുടെ അടിവസ്ത്രം മാറ്റി വെച്ച് സഹായിച്ചു കൊടുത്തത്? അത്രത്തോളം പൗരബോധമുള്ള ഒരാളാണ് ആന്റണി രാജു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ആന്റണി രാജു പോലും പറഞ്ഞത് നിരപരാധികൾ ശിക്ഷിക്കപ്പെടാറുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു വക്കീലാണ്, അദ്ദേഹം ഒരു MLA ആണ്, മുൻ മന്ത്രിയാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് പരിചയമുള്ള എത്ര നിരപരാധികൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ജിൻഡോ ജോൺ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റാർക്കും, ഇപ്പൊ ഈ ക്ലർക്കിനോ ഇത് വാങ്ങാൻ വന്ന ബന്ധുവിനോ ഒന്നും ഈ തൊണ്ടി മുതലിന്റെ പ്രാധാന്യം അറിയില്ല എങ്കിലും പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന വക്കീലിന്റെ അസിസ്റ്റന്റായ ആന്റണി രാജുവിനും അറിയാം ഇത് തൊണ്ടി മുതലാണ് എന്ന്. ഇത് റിസീവ് ചെയ്തു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് അതിന്റെ വക്കീലിന് അറിയില്ല എന്ന് പറഞ്ഞാൽ പച്ചരഴിച്ച് ജീവിക്കുന്ന ആർക്കും മനസ്സിലാകാത്ത കാര്യമല്ല. അതിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അതിൽ താല്പര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്, അതിൽ തർക്കമില്ലാത്തതുമാണ്. തീർച്ചയായിട്ടും അത് മനഃപൂർവ്വമാണ് നിയമം. അത് ഇതിൽ ഈ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും അതായത് പലതരത്തിൽ അതിൽ മാൽ പ്രാക്ടീസസ് നടത്തുന്നു, പല രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷവും ഇത്തരത്തിലുള്ള ക്രമവിരുദ്ധ നടപടികൾ ചെയ്തതിന് ശേഷം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ശിക്ഷിക്കപ്പെട്ടിട്ടും യാതൊരു നാണവും ഇല്ലാതെ ഇത്തരത്തിലുള്ള വാദഗതികൾ പറയുന്നത് ശരിയല്ല. ഇവിടെ പേഴ്സണൽ ബിലോങ്ങിങ്സിൻ്റെ പരിധിയിൽപ്പെടുത്തിയിട്ടാണ് അടിവസ്ത്രം വാങ്ങിയതെങ്കിൽ അടിവസ്ത്രം തന്നെയാണ് തൊണ്ടി മുതൽ. അടിവസ്ത്രത്തിൽ ഒളിച്ചു കിടത്തിയ മയക്കുമരുന്ന് അത് അടിവസ്ത്രം തൊണ്ടി മുതലല്ലേ? അപ്പോൾ ആന്റണി രാജു ഒരു വക്കീലാണ്. ആ വക്കീലിൻ്റെ സാമാന്യബോധം, കോപ്പി അടിച്ച് പരീക്ഷ ജയിക്കാത്ത ആളാണെങ്കിൽ, നിയമമൊക്കെ പഠിച്ച ഒരാളായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത് മനസ്സിലാകുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒന്നുകിൽ പറയണം അദ്ദേഹം ഒരു കഴിവുകെട്ട വക്കീലാണ്, യാതൊരു വിവരവും ഇല്ലാത്തൊരു വക്കീലായിരുന്നു, അതുകൊണ്ട് ഒരു വിവരവും ഇല്ലാതെയാണ് ഇതൊക്കെ സ്വീകരിച്ചത് എന്ന് പറയണം. അല്ലെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടിലൊരു പക്ഷം വേണമല്ലോ. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി തന്നെ നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഇന്നും നമ്മുടെ നാട്ടിൽ ഇത്തരം സാഹചര്യങ്ങളുണ്ട്.
വന്നിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് സമാനമായ ആക്ഷേപം വന്നിട്ടുണ്ട്. അതിൽ പെൻഡ്രൈവ്, മെമ്മറി കാർഡൊക്കെ പരിശോധിക്കുകയും അതിൻ്റെ ഹാഷ് വാല്യൂ മാറുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ അടക്കം കോടതി മുറികളിൽ അല്ലെങ്കിൽ തൊണ്ടി മുറികളിലൊക്കെ സൂക്ഷിക്കുന്ന വസ്തുക്കൾ പോലും, കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന വസ്തുക്കൾ പോലും ഇത്തരത്തിൽ പ്രതികൾക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിൽ പുറത്തു കൊണ്ടുപോകാനും പരിശോധിക്കാനും അതിൽ ക്രമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്താനും ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അതൊരു നാണക്കേടാണ്, അത് വലിയ സങ്കടകരമാണ്, അത് വലിയ ദൂരവ്യാപകമായിട്ട് നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇവിടെ രക്ഷപ്പെട്ട പ്രതി, അതിനുശേഷം വന്നിട്ടുള്ള ബാക്കി ഹിസ്റ്ററി ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിലൂടെ ആന്റണി രാജുവിനെ പോലുള്ള ഒരു വക്കീൽ ചെയ്തത് തെറ്റായ കാര്യമാണ്. അദ്ദേഹം ആദ്യം ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തോട് ചെയ്ത തെറ്റാണ്, പൊതുസമൂഹത്തോട് ചെയ്ത തെറ്റാണ്. ഇനിയെങ്കിലും പറ്റിപ്പോയ തെറ്റ് ഏറ്റുപറയുന്നതിനുള്ള മിനിമം മര്യാദ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതാണ്. അതുപോലും ഇല്ലാതെ നിരപരാധിയാണ് എന്നുള്ള വാദം പറയുന്നത് തികച്ചും അനാവശ്യമാണ്. അദ്ദേഹം പറയുന്ന ഒരുപാട് നിരപരാധികൾ ശിക്ഷിക്കപ്പെടാറുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ട നിരപരാധികളുടെ എണ്ണം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ ഒരെണ്ണമെങ്കിലും പറയണം. അങ്ങനെയുള്ള നിരപരാധികൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ MLA ആയിരിക്കുന്ന സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ലല്ലോ, ജയിലിൽ കിടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ വെറുതെ അങ്ങ് സ്വയം നിരപരാധിയുടെ പട്ടം എടുത്ത് ചാർത്തിക്കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അത് ശരിയല്ല. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പൊതുപ്രവർത്തകർക്ക് മാനക്കേട് ഉണ്ടാക്കുന്ന നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, ശ്രീ റജി ലൂക്കോസ്, ഇപ്പോൾ നേരത്തെ ശ്രീ അനിൽ ഇമ്മാനുവൽ നമ്മളോടൊപ്പം ചർച്ചയിലിരുന്നപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ ആന്റണി രാജുവിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുൻപ് ഒരുപാട് തവണ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. VS ആ സ്ഥാനാർത്ഥിത്വം നൽകാൻ തയ്യാറായില്ല, ഇങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല, ഇടതുമുന്നണി എന്ന് തീരുമാനമെടുത്തു എന്നുള്ളത്. പക്ഷേ പിന്നീട് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നു, അദ്ദേഹം ജയിക്കുന്നു, അദ്ദേഹം LDFന്റെ ഭാഗമാകുന്നതിന് മുൻപ് അദ്ദേഹം മന്ത്രിയാകുന്നു. ആ മന്ത്രിയാകുന്ന സമയത്തടക്കം ഈ കേസ് പെൻഡിങ്ങിലാണെന്ന് മാത്രമല്ല, കേസിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതേയില്ല. അനിതര സാധാരണമായ നിലയ്ക്ക് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് അനുഭാവമുണ്ടായി എന്നുള്ളത് ശ്രീ അനിൽ ഇമ്മാനുവൽ ഇവിടെ പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിനെ അധികാര ദുർവിനിയോഗം എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? അല്ല, പിന്നെ മധു, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത് ഞാൻ ആന്റണി രാജുവിൻ്റെ ഒരു വ്യക്തമായിട്ടല്ലേ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കോടതി ശിക്ഷിക്കപ്പെട്ട പ്രതി കുറ്റവാളി തന്നെയാണ്, തർക്കമില്ല. ശിക്ഷിക്കപ്പെടാതെ കൊണ്ട് ഒരാളെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കാനും പറ്റത്തില്ല. അവർ ആരോപണ വിധേയരെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആന്റണി രാജുവിന് അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള അവകാശമുണ്ട്. ഇതൊരു വിചിത്രമായ കേസാണ്. കാരണം 1990 ഒരു ഓസ്ട്രേലിയൻ പൗരൻ അദ്ദേഹത്തിൻ്റെ അണ്ടർ ഗാർമെൻസിൽ അളവിൽ കൂടുതൽ ഈ പറയുന്ന മയക്കുമരുന്ന് വെച്ച് വന്ന് പിടിച്ചു 10 വർഷം ശിക്ഷിച്ചു. ഇപ്പോൾ ഇവിടെ ആരോപിക്കപ്പെടുന്ന ഈ ഷഡ്ഡി അദ്ദേഹത്തിന് യോജിക്കാത്തതാണെന്നുള്ള പോലീസ് തെളിയിച്ച് അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വിട്ടു. ഇതിനോടകം 10 വർഷത്തെ അന്വേഷണത്തിൽ ഈ കേസിന് തെളിവില്ലെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി തന്നെ എഴുതി തള്ളി. ഇയാൾ അമേരിക്കൻ ഓസ്ട്രേലിയ ചെന്നതിന് ശേഷം ഒരാളെ കുത്തിക്കൊന്നു. അതിനുവേണ്ടി വീണ്ടും ജയിലിലായപ്പോൾ അയാൾ സഹതടവുകാരനോട് പറഞ്ഞതാണ് താനിങ്ങനെ ഈ ഷഡ്ഡി മാറ്റി കാശ് കൊടുത്ത് ഇറങ്ങിപ്പോകുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അത് ഇന്റർപോളിൻ്റെ അടുത്ത് കൊടുത്തു. ആ ഇന്റർപോൾ CBI ത്രൂ കേരള പോലീസ് വന്നതിന് ശേഷമാണ് ഇത് റീഓപ്പൺ ചെയ്തത്. അത് 2006 സിനിമയിൽ സർക്കാർ രേഖയിൽ എങ്ങനെ ഇത് എഴുതി വെക്കുമെന്ന് പറഞ്ഞതുപോലെയാണ്. ഇത് നാണം കെട്ട സാഹചര്യമാണ്. പക്ഷേ നമ്മുടെ നിയമ സംവിധാനത്തെ ആകെ തൊലിയിരിച്ച് നിർത്തിയ ഒരു സംഭവമാണ് എന്നുള്ളത് കൊണ്ട് വേറെ നിവൃത്തിയില്ല. ഇതിന്റെ സർക്കാർ രേഖകളിലൊക്കെ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുകയും ചെയ്യുന്നത്. അങ്ങ് പറയും. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ തെറ്റ് ചെയ്തതെന്ന് കോടതി വിധിക്കപ്പെട്ട ഒരാളെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശൈലിക്ക് പറ്റതല്ല, ചെയ്യത്തുമില്ല. അദ്ദേഹത്തിന് മുകളിൽ കോടതിയിൽ പോകാം, സ്റ്റേ വാങ്ങിക്കാം. സ്റ്റേ വാങ്ങിച്ചാൽ അദ്ദേഹത്തിന് MLA സ്ഥാനം തുടരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം അദ്ദേഹത്തിന് ഇനി ഈ ഒരു MLA സ്ഥാനത്തേക്ക് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അദ്ദേഹം കുറ്റവാളിയെല്ലാം തെളിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ഒരു എന്താ പറയുക ഒരു MLA സ്ഥാനത്തേക്ക് പോലും അദ്ദേഹത്തിന്. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് അതല്ല ശ്രീ റജി ലൂക്കോസ്, അതായത് ഒരു ഘട്ടത്തിൽ ഇതേ കേസിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിത്വം വേണ്ടതില്ല എന്ന് ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും തലമുതിർന്ന VS നിലപാടെടുത്ത ഒരു സംഭവമാണ്. അതിനുശേഷം പക്ഷേ അദ്ദേഹത്തിന് അതൊരു അയോഗ്യതയായി മാറുന്നില്ല. കോടതി അയോഗ്യനെന്ന് പറയുന്നത് വരെയും ഒരു അയോഗ്യതയായി ഇടതുപക്ഷം അതിനെ പരിഗണിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അപ്പോഴും ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്ത് രാജ്യത്ത് നിലവിലുള്ള നിയമത്തോടും ആ നിയമ സംവിധാനത്തോടും ബഹുമാനം കാണിക്കാതെ വിചാരണയ്ക്കോ വിസ്താരത്തിനോ പോകാതെ ഇരിക്കുന്നൊരു ആനുകൂല്യം എങ്ങനെയാണ് അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയുക? അല്ല, ഇവിടെ വേറൊരു കാര്യമാണ് കമ്പയർ ചെയ്ത് പറയാം. അതായത് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പോലും, ജയിലിൽ കിടന്നതിന് ശേഷം പോലും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രിയായ ഒരാളുണ്ട്. അതിൻ്റെ പേര് ഇപ്പോൾ
അദ്ദേഹം ഇന്ത്യയുടെ പിന്നെ എന്താ പറയുക ആഭ്യന്തര വകുപ്പ് കൈകാര്യം അമിത്ഷായാണ് ഗുജറാത്ത് വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അവർ ശിക്ഷിക്കപ്പെട്ടവർ ആ കാലാവധിക്കുള്ളിൽ ശിക്ഷിക്കപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് വീണ്ടും ജനപ്രതിനിധിയാകാൻ അവർക്ക് അധികാരത്തിലെത്താൻ പറ്റും. ഈ ചോദ്യത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ തെറ്റ് ആനുകൂല്യങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അല്ലല്ല, അങ്ങനെയല്ല. വി എസിനെ കുറിച്ച്, വി എസിന്റെ കാര്യം, വി എസിന് പോലും സീറ്റ് നിഷേധിക്കപ്പെട്ട് തിരിച്ചു വന്ന് മത്സരിച്ച ചരിത്രമില്ല. ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദന്റെ പിന്നെ നിഷേധാത്മകമായിട്ടുള്ള അല്ലെ അദ്ദേഹം എതിർത്തതിന് പേര് മാത്രമല്ല അതിനുവേണ്ടി ജനം തെരുവിലിറങ്ങിയ അനിതര സാധാരണമായ രാഷ്ട്രീയ കാഴ്ച കണ്ടവരാണ് കേരളം. കമ്പയർ ചെയ്യല്ലേ മോശമാണ് പറയും. അല്ലല്ല, ഞാൻ ഒരിക്കലും മഹാനായ വി എസിനെ ഒന്നും ഇദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യില്ല. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് തെറ്റാത്ത രീതിയിൽ എടുത്തത്. വി എസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആരാധ്യ പുരുഷനാണ്, അത് യാതൊരു തർക്കമില്ല. വി എസ് ഒക്കെ ഭരിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊഴിയുന്നത്. അതുകൊണ്ട് വി എസിനെ ആനന്ദരാജിനൊന്നും കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ 6 മഹാരാഷ്ട്രമുള്ള ശിക്ഷിച്ചിട്ടുണ്ട്. അഴിമതിക്ക് പേരിലാണ്, ഇടമലയാർ കേസിന്റെ പേരിൽ. ആ അഴിമതിയുടെ പേരിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും അദ്ദേഹം കേരളത്തിൽ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ തന്നെ നിന്നിരുന്നു. അത് UDFന്റെ ഭരണകാലത്താണ് അദ്ദേഹം ഈ അഴിമതി കാണിച്ചതെന്നാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചരിത്രങ്ങൾ. ഇവിടെ ആനന്ദരാജിനെ സംബന്ധിച്ചോളം ഇടതുപക്ഷമായിട്ട് യാതൊരു ബാധ്യതയില്ല. അദ്ദേഹം കുറ്റവാളി അല്ലാത്തതിന്റെ പേരിൽ അനേകം കേസ് നിലവിലുള്ളപ്പോഴും ഇവിടെ മത്സരിച്ച് ഞാൻ കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനെയല്ല മാധു. ഇപ്പൊ അതേ ഒരു വ്യക്തിയാണ്. അദ്ദേഹം 30 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത 35 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അദ്ദേഹത്തിന് കുറ്റവാളിയായി പ്രഖ്യാപിക്കാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അനിൽമാനുവൽ ഇവിടെ നിന്ന് പറഞ്ഞത്. പക്ഷെ പിന്നീട് അതൊരു അയോഗ്യതയായി മാറുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല 2022 ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുത്തിട്ടുണ്ട്. അന്ന് അത്ഭുതത്തോടു കൂടിയാണ് ആ ഡേറ്റ് അടക്കമുണ്ട് ഓരോ തവണ കോടതി വിളിക്കുന്നത്, അപ്പോഴൊക്കെ ഹാജരാകാതിരിക്കുന്നത്. അതിനു മുൻപ് നേരത്തെ ശ്രീ ടി പി സെൻകുമാർ ഇവിടെ ഇരുന്ന് പറയുകയാണ്, സമാനമായ സമയത്ത് 1 or 2 തവണ ഹാജരാകാതിരുന്നപ്പോൾ വാറന്റ് വരികയാണ്. ഇവിടെ വാറന്റ് ഒന്നും ഉണ്ടാകുന്നേ ഇല്ല. മാത്രമല്ല അങ്ങനെ പോലീസിന് തപ്പിപ്പോയി തേടിപ്പിടിച്ച് കണ്ടുപിടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. ജനപ്രതിനിധിയാണ്. വാറന്റ് ഇല്ലാതെ വന്നത് കോടതി ഇഷ്യൂ ചെയ്യാത്തതിന്റെ പേരിലായിരിക്കും. അതിന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുമോ? ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇവിടെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞ് വലതുപക്ഷത്ത് UDFന്റെ ബഹുമാനപ്പെട്ട ജിൻഡോ ജോർജ് ഇരിപ്പുണ്ട്, എൻ്റെ സുഹൃത്ത്. അദ്ദേഹം UDFന്റെ പിന്നെ MLA എത്ര പേര് കേസുണ്ട്. ഇത്ര കേസ് അല്ലെങ്കിൽ പോലും അത് ജനാധിപത്യത്തിന്റെ പ്രക്രിയ, ജനാധിപത്യത്തിൽ പിന്നെ പ്രവർത്തിക്കുന്ന അയാളുടെ പേരിലൊക്കെ കേസൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് കേസ് ഏറ്റവും ഡിഫറൻറ്റ്. ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു ജൂനിയർ വക്കീലായിരുന്നു. അദ്ദേഹം പേഴ്സണൽ ബിലോങ്ങിങ്സിന് വേണ്ടിയിട്ടാണ് അവിടെ അപേക്ഷ കൊടുത്തത് ഈ പറയുന്ന കുറ്റവാളിയുടെ റിലേറ്റീവ്സിന് കൈമാറാൻ. ആ കൂടെയാണ് ഈ പറയുന്ന ഈ പിന്നെ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന ആ ക്ലർക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അതിന് ശരിയോ തെറ്റോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കോടതി ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ചെയ്ത് തെറ്റാണെന്നുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ ശിക്ഷ കിട്ടിയിരിക്കുന്നു. ഇനി അദ്ദേഹം ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി മുതലുള്ള കോടതി ഇപ്പോൾ അദ്ദേഹം വിമുക്തനായിട്ട് വരണം. അത്രയും കാലം അദ്ദേഹത്തിന് രാഷ്ട്രീയം പോയി. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനൊരു നാണക്കേടാന്ന് ഞാനും സമ്മതിച്ചിട്ടുള്ളൂ. അത് എനിക്ക് പറയുന്നതിൽ യാതൊരു മടിയില്ല. പക്ഷെ ഒരു കാര്യം, അതിന്റെ പേരിൽ ഇടതുപക്ഷ മുന്നണി ഇതിനെ കുറ്റപ്പെടുത്തുന്നത് അതേ ഒരു വ്യക്തിയാണ്. വാറന്റ് കിട്ടാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ അത് സർക്കാരിന്റെ എന്തെങ്കിലും ഇതുകൊണ്ടാണ്. സർക്കാരിലെ വാദിക്കുന്നത് ഇദ്ദേഹത്തിന് എതിരായിട്ട്, പ്രോസിക്യൂട്ടറല്ലേ വാദിച്ചു, അങ്ങനെയല്ലേ ഇദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിനെ ഇടതുപക്ഷത്തിന്റെ മുകളിലേക്കൊന്നും ചാരണ്ട. അതൊക്കെ ചുമ്മാ വെറുതെ രാഷ്ട്രീയം എന്ന് മാത്രമേ ഉള്ളൂ. ആന്റരാജി ചെയ്ത് തെറ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കട്ടെ. വ്യക്തിപരമായി ഉണ്ടാക്കിയെടുത്ത കേസാണ്, അതൊക്കെ ശരിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 10-35 വർഷം പഴക്കമുള്ളൊരു കേസാണ്. അന്ന് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ല, ശരിയാണ്. പക്ഷേ ഇന്ന് അയോഗ്യനാക്കപ്പെട്ടത് ഒരു ഇടതുപക്ഷ MLA ആണ് എന്നാണ് എൻ്റെ ബോധ്യം. അല്ല എന്നങ്ങ് പറയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനെങ്കിലേക്ക് വരാം. ശ്രീ വെങ്ങാനൂർ ശിവശങ്കർ, ഇത് നോക്കൂ. ഇത് നേരത്തെ ശ്രീ സെൻകുമാർ പറഞ്ഞതുപോലെയും ശ്രീ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞതുപോലെയും ഇത് കോടതിയുടെ അല്ലെങ്കിൽ നിയമ സംവിധാനത്തിന് അതിൻ്റെ അഭിമാനം വീണ്ടെടുക്കപ്പെട്ട ഒരു കേസാണ് എന്ന നിലയ്ക്ക് തന്നെ അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ കോടതിയുടെ കൈവശം ഇരിക്കുന്ന ഒരു തൊണ്ടി മുതൽ എന്ന് പറയുന്നതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിൽ കൃത്രിമത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമ സംവിധാനത്തിലുള്ള വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ അനിവാര്യമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ കേസിലെ പ്രതികൾ കുറ്റവാളികളാണോ അല്ലയോ എന്നുള്ള വിഷയമല്ല. ഈ കേസിൽ ഈ ഒരു കൺവിക്ഷൻ സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. അതിലേക്കുള്ള കാര്യകാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ആ തൊണ്ടി മുതൽ അത് സീല് ചെയ്തിരുന്നില്ല, അത് കൃത്യമായി മെഷർ ചെയ്തിരുന്നില്ല എന്നുള്ളതൊക്കെ തന്നെ ഈ കേസിൽ എവിഡൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് മെഷർ ചെയ്യപ്പെട്ടിരുന്നില്ല. ആ തൊണ്ടി മുതൽ സ്ഥലത്തും സമയത്തും സീല് ചെയ്തിരുന്നില്ല. അത് സാധാരണ എങ്ങനെയാണ്, അത് സീല് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും
അതിൽ നിന്ന് ഫോറൻസിക് എക്സാമിനേഷനോ മറ്റെന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ കോടതിയിൽ നിന്നാണ് ആ വസ്തു ഫോറൻസിക് എക്സാമിനേഷന് പോകുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ആ സ്റ്റേജ് വരെയും ഈ സാധനം സീല് ചെയ്യപ്പെട്ട് മറ്റാർക്കും ആക്സസിബിൾ അല്ലാത്ത രീതിക്ക് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടാകേണ്ട സാധനമാണ്. ഇത് സീല് ചെയ്തിരുന്നില്ലയോ എന്നുള്ള അവ്യക്തത വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ബെനഫിറ്റ് ഓഫ് ഡൗട്ട് ആക്ച്വലി പോകേണ്ടത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്കാണ്. അതിൽ സംശയമില്ല. രണ്ടാമത്തെ സംഗതി, ഈ സംഗതി ഒരു പർട്ടിക്കുലർ പീരീഡിൽ കോടതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രതികളെ ശിക്ഷിക്കാൻ ആസ്പദമായിട്ടുള്ള സംഗതി ആണ്. ആ 4 മാസ കാലയളവിലാണ് ഇത് വെട്ടിച്ചുരുക്കി എന്നുള്ളത് എങ്ങനെയാണ് തെളിയിക്കപ്പെട്ടത്? അതായത് അതിന് കീഴ്ക്കോടതി അഥവാ ഈ ലേണഡ് മജിസ്ട്രേറ്റ് കോടതി ആശ്രയിച്ചിരിക്കുന്നത് ഈ ജയമോഹൻ സാറിനോട് ഈ രണ്ടാം പ്രതി പറഞ്ഞു എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അതായത് ഈ കേസിൽ ഞാനൊരു ബോംബ് വെച്ചിട്ടുണ്ട്, ട്രയൽ കഴിയുമ്പോൾ പറയാം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ഒരാള് ഇങ്ങനത്തെ ഒരു മണ്ടത്തരം കാണിക്കൂ? അതായത് രണ്ടാം പ്രതി വക്കീല് പറയാണ് ഞാനൊരു ബോംബ് വെച്ചിട്ടുണ്ട്, ട്രയൽ കഴിയുമ്പോൾ അത് പൊട്ടും, അതാണ് ഈ ബോംബ് എന്നാണ് ഈ എന്താണ് PW18 മൊഴി. അത് വിശ്വസിച്ചാണ് കോടതി പറയുന്നത് അത് ഈ മൊഴിയാണെന്ന്. ഞാൻ എന്റെ ഒരു സംശയം കൊണ്ടൊരു കാര്യം ചോദിക്കട്ടെ, ഇത് തിരിച്ചു കൊണ്ടുവന്നത് എന്തിനായിരിക്കും? അല്ല, തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബൈ മിസ്റ്റേക്ക് ആണ് അത് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നോ? തിരിച്ചാവശ്യപ്പെട്ടോ? അല്ല, തിരിച്ചറിയാമല്ലോ. ഞാൻ പറയുന്നത് ഞാൻ ന്യായീകരിക്കുന്നതായി എന്നെ മറുഭാഗത്ത് നിർത്തണ്ട. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ ചർച്ചയോ അല്ലെങ്കിൽ ഇതുപോലുള്ള വാദമുഖങ്ങളോ എല്ലാ കോടതികളും അംഗീകരിച്ച് തന്നുകൊള്ളണമെന്നില്ല. കോടതിക്ക് വേണ്ടത് എന്താണ്? പ്രിസൈസ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. അതായത് സീല് ചെയ്യാതെ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു അടിവസ്ത്രം അയാളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ആണെന്ന് തെറ്റിദ്ധരിച്ച് റിലീസ് ചെയ്തു. മിടുക്കനായ അവരൊക്കെ പറയുന്നത് പോലെ മിടുക്കനായ അഭിഭാഷകൻ അത് കണ്ടെത്തി, അയ്യോ അത് അങ്ങനെയല്ല, അതെല്ലാം മെമ്മോ ആണ്, തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞൊരു വാദം പോസിബിൾ അല്ല എന്നല്ല, അങ്ങനത്തെ ഒരു വാദവും പോസിബിൾ ആണ്. മറ്റാരെ കൊണ്ടുപോകണം? സാധാരണ അതായത് എൻ്റെ ഒരു അറിവും എൻ്റെ ഒരു പ്രാക്ടീസും ഞാൻ ചെയ്തിട്ടുള്ളതും, ഒരു പർട്ടിക്കുലർ ഓബ്ജക്റ്റ് ഒരാൾക്ക് റിലീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അയാളെ ഐഡന്റിഫൈ ചെയ്തതായിട്ടാണ് അഭിഭാഷകർ ഒപ്പിട്ടുകൊടുക്കുന്നത്. പക്ഷെ ഇതിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ബന്ധുക്കളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് പകരം അഭിഭാഷകൻ റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആ നടപടി എനിക്കറിയില്ല. സെക്കൻഡ് ക്ലാസ് കോടതിയാണ്, സെക്കൻഡ് ക്ലാസ് ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. പക്ഷേ ഇതിൽ റിസീവ്ഡും റിട്ടേണും ഒപ്പിട്ടിരിക്കുന്നത് ഈ മിടുക്കനായ അഭിഭാഷകൻ അല്ല. സ്വാഭാവികമായിട്ടും അത് കുറച്ചുകൂടി അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് വരും അപ്പീൽ കോടതി. അദ്ദേഹം പക്ഷെ അത് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ തെളിവ് മൂല്യം എന്താണെന്ന് അറിയാവുന്ന തൊണ്ടി മുതൽ, അതും ഈ പറയുന്ന ലോക്കറിലല്ല സൂക്ഷിച്ചിരിക്കുന്നത്, ചെസ്റ്റിൽ സൂക്ഷിച്ചിരിക്കുന്നത്, പ്രത്യേകം എടുത്ത് ഈ പേഴ്സണൽ ബിലോങ്സിന്റെ കൂടെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന, നേരത്തെ ഡോക്ടർ ജിൻഡോ ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒന്നുകിൽ ഒരു വിവരവും ബോധവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അതീവ ബുദ്ധിമാനാണ്. അല്ല, ഞാൻ ഇപ്പോൾ ശ്രീ ജിൻഡോ ജോൺ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മളുടെ ചിന്താഗതി അല്ല കോടതിയുടേത്. അതായത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജിൻഡോ ജോൺ അദ്ദേഹം അഭിഭാഷകനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും ഒരു വാദമല്ല കോടതിയിൽ വരുന്നത്, ഒന്നിലധികം വാദങ്ങൾ വരും. വേണ്ടത് എന്താണ്? സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഉത്തരവാണ് വേണ്ടത്. അപ്പോൾ ഈ കേസിനകത്ത് വരുന്ന ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറയുന്നത് ആ സാധനം സീൽ ചെയ്യപ്പെട്ടിട്ടില്ല, മെഷർ ചെയ്യപ്പെട്ടിട്ടില്ല, സൂക്ഷിക്കേണ്ടുന്ന രീതിയിൽ സൂക്ഷിച്ചിട്ടില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഈ ആന്റണി രാജു എന്ന് പറയുന്ന അഭിഭാഷകൻ ഏറ്റുവാങ്ങുകയും തിരികെ കൊടുത്തു എന്ന് പറയെങ്കിൽ ഈ പേരും നാളുമില്ലാത്ത എത്രയോ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ റിട്ടേൺ ചെയ്തു എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയും, അങ്ങനെ ഒരു സംഗതി എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പേര് വരുന്ന രീതിക്ക് ചെയ്യുമായിരുന്നോ എന്നൊരു ആർഗ്യുമെന്റും പോസിബിൾ ആണ്. ഞാൻ ന്യായീകരിക്കുന്നതല്ല, പോസിബിൾ ആണ്. ഇവരെല്ലാവരും അഭിഭാഷകരാണ്. അദ്ദേഹത്തിന്റെ കേസ് നടത്തിയത് കുഞ്ഞിരാമ മേനോൻ സാറാണ്. നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത് എന്തെല്ലാം ആർഗ്യുമെന്റ്സ് പോസിബിൾ ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ അത് തിരികെ കോടതിയിലെത്തിയതിനു ശേഷവും ആ ട്രയൽ സമയത്ത് പോലും ആ സാധനത്തിനകത്ത് മാനിപ്പുലേഷൻ പോസിബിൾ ആയിരുന്നു. അതായത് ശരിയായ രീതിയിൽ സീൽ ചെയ്ത് സൂക്ഷിക്കപ്പെടാത്തൊരു വസ്തുവിൽ ഏത് കാലഘട്ടത്തിലാണ് മാനിപ്പുലേഷൻ നടന്നത് എന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷനാണ്. അതിൽ ഈ എന്താണ് വെട്ടലും തുന്നലും ഒക്കെ ചേർത്തിട്ടുള്ള ആരെങ്കിലും പ്രതിയാണോ? അല്ല, ആരും പ്രതിയല്ല. വാങ്ങിക്കൊണ്ടുപോയി തിരികെ കൊടുത്തതിനകത്ത് ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്യേണ്ടത് ആരുടെ ബാധ്യതയാണ്? പോലീസിന്റെ ബാധ്യതയാണ്.
അതല്ലാതെ അത് ഈ പക്ഷേ വക്കീല് അത് മേടിച്ചോണ്ട് പോലീസിന്റെ പോയി ബാധ്യതയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് കൊടുത്തുവിടാൻ പാടില്ലാത്തൊരു സാധനം കൊടുത്തുവിട്ടിരിക്കുന്നു. 4 മാസത്തിന് ശേഷം ആരും ആവശ്യപ്പെടാതെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. കൊടുത്തപ്പോഴോ തിരിച്ചു വാങ്ങിയപ്പോഴോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഉണ്ടായിട്ടില്ല. ആ പരിശോധന നടത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനല്ല, അത് കൊടുത്തുവിടുന്ന ആളാണ്. അല്ല, പരിശോധന എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽ ഓബ്ജക്റ്റിന്റെ എന്തെല്ലാം ഡിസ്ക്രിപ്ഷൻസ് കോടതിയിൽ അവൈലബിൾ ആയിരുന്നു, അത് ഇത്തരത്തിലൊരു മാനിപ്പുലേഷൻ തിരികെ കൊണ്ടുവരുന്ന സമയത്ത് സംഭവിച്ചു എന്നുള്ള പ്രാപ്തമല്ല എന്നാണ് മെറ്റീരിയൽസ് കൊണ്ട് മനസ്സിലാവുന്നത്. ഞാൻ ന്യായീകരിക്കുന്നതല്ല. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു സസ്റ്റൈനബിൾ കൺവിക്ഷൻ എന്ന് പറയുന്ന കാര്യം ഇതിനകത്ത് പോസിബിൾ ആകാനുള്ള സാധ്യതയില്ല. കാരണം പ്രോസിക്യൂഷൻ, അതായത് എവിഡൻസ് കളക്ഷനിൽ ഇവരാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ എവിഡൻസ് കളക്ഷനിൽ അത്രയും വീഴ്ചയുണ്ട്. ഈ തുന്നിച്ചേർക്കൽ നടത്തിയാലാ, ഇത് വെട്ടിമാറ്റിയതാരാ, ഇതിനൊക്കെ ഒരു സംവിധാനം ഉണ്ടാവില്ലേ? ജോസും ആന്റണി രാജുവും കൂടി ആന്റണി രാജു ആണെങ്കിലും അത് കൈപ്പറ്റിയാളും തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തയാളും അതിൽ സ്വാഭാവികമായും പ്രതി ചേർക്കപ്പെടേണ്ട ആളുകൾ തന്നെ. ഡോക്ടർ ജിൻഡോ ജോണി, ഏറ്റുവാങ്ങിയതും കൈപ്പറ്റിയതും തിരികെ കൊടുത്തതുമായി ബന്ധപ്പെട്ട സ്വന്തം ഒപ്പും കൈയക്ഷരവും എന്നുള്ള കാര്യം ശ്രീ ആന്റണി രാജുവിന് വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ്. അദ്ദേഹം അഭിഭാഷകനാണ്. കേസിന്റെ പരിണതി എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കാലതാമസം വരുത്തുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത് എന്താണ് എന്നത് നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നത്. ഈ കേസ് അതിന്റെ വിധി പോകുന്നിടത്തോളം പോകട്ടെ എന്നുള്ളതായിരുന്നോ? അല്ല, ഇതിൽ ഞാൻ അതുകൊണ്ട് തന്നെ പറയാം, ഒന്നുകിൽ അദ്ദേഹം അതിബുദ്ധിമാനായിട്ട് ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു ശ്രദ്ധയുമില്ലാത്ത, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യമില്ലാത്ത ഒരാളായിരുന്നു. രണ്ടിലേതെങ്കിലും ഒരു വാദം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ന്യായീകരിക്കുന്ന ആളുകൾ സമ്മതിച്ചു തരണം. ഇവിടെ അദ്ദേഹം ഇത് കൈപ്പറ്റി ഇപ്പോൾ പേഴ്സണൽ ബിലോങ്ങിങ്സിൻ്റെ കൂടെ തൊണ്ടി മുതൽ കൈപ്പറ്റിയിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഓസ്ട്രേലിയക്കാരൻ്റെ അടിവസ്ത്രം അദ്ദേഹത്തിന് അത് തൊണ്ടി മുതലാണെന്ന് മനസ്സിലായത്. അദ്ദേഹം എവിടെ നിന്നാണ് വക്കീൽ പരീക്ഷ പാസ്സായത്? 4 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞോ അയ്യോ ഇത് തൊണ്ടി മുതലാണ്? ഈ 4 മാസക്കാലം എവിടെയായിരുന്നു? എനിക്ക് ഇതിൽ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന ശിവശങ്കരൻ വക്കീൽ പറഞ്ഞ ഒരു കാര്യത്തോട് യോജിപ്പുണ്ട്. ഇതെവിടെ കൊണ്ടുപോയി ആരെ കൊണ്ടാണ് വെട്ടി ചെറുതാക്കിച്ചത് എന്നുള്ളൊക്കെ അന്വേഷണമൊക്കെ നടക്കണം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം അദ്ദേഹത്തിനും ശിവശങ്കരൻ വക്കീലിനും തർക്കം ഉണ്ടാവില്ല, മാനിപ്പുലേഷൻസ് നടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ല. എന്തായാലും ആ ഓസ്ട്രേലിയൻ പൗരൻ അദ്ദേഹത്തിന് യോജിക്കാത്ത പാകമാകാത്ത അടിവസ്ത്രം ഇട്ടിട്ടായിരിക്കില്ലല്ലോ മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ടാകുക. അപ്പോൾ അക്കാര്യത്തിൽ നമ്മൾക്ക് ആർക്കും തർക്കമില്ല മാനിപ്പുലേഷൻ നടന്നു എന്ന്. ഇനി മാനിപ്പുലേഷൻ നടന്നത് ഇതിന് ശേഷമാണോ അതിന് മുമ്പാണോ എന്നൊക്കെ പരിശോധിക്കുന്നതിനേക്കാൾ കുറേ കൂടി ലോജിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ 4 മാസക്കാലം കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് തൊണ്ടി റൂമിൽ നിന്ന് പുറത്തു പോയ 4 മാസക്കാലം ആകാനല്ലേ സ്വാഭാവികമായിട്ടും സാധ്യതയുള്ളൂ. കോടതിയുടെ തൊണ്ടിമുറിയിൽ വന്നിട്ട് ആരെങ്കിലും അവിടെ അടിവസ്ത്രം ചെറുതാക്കി കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും. ഇവിടെ ഈ ആന്റണി രാജുവിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാലത്ത് സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നിരന്തരം ഹാജരാകാതിരിക്കുമ്പോൾ വാറണ്ട് ഇഷ്യൂ ചെയ്യാതിരിക്കുക, അപ്പോൾ മറ്റ് പല കേസിലുമൊക്കെ പലരെയും വീട്ടിൽ ചെന്ന് പിടിക്കുകയും അതിക്രൂരമായിട്ട് പോലീസ് വേട്ടയാടി പിടിക്കുന്നൊക്കെ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഒരു ഭരണകക്ഷി MLAക്ക് ഇത്തരത്തിൽ വാറണ്ട് പോലും ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത എനിക്കോ അങ്ങേക്കോ അങ്ങനെ ഒരു കാര്യത്തിൽ വീഴ്ച ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിൻ്റെ അനുകൂല CPM അനുകൂല LDF അനുകൂല സർവീസ് സംഘടനകൾക്ക് കോടതി സ്റ്റാഫിൽ അവരുടെ സംഘടനകൾ ഉണ്ടാകാൻ പാടില്ല. കോടതി സ്റ്റാഫിലും പോലീസിലും വരെ CPMൻ്റെയും LDFൻ്റെയും ഒക്കെ സർവീസ് സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ സർക്കാരിനും നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും ഇവിടുത്തെ സംവിധാനങ്ങളിലൊക്കെ ബന്ധമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. കോടതി സ്റ്റാഫിൽ ഇവരുടെ സർവീസ് സംഘടനകളില്ലേ? പോലീസ് അസോസിയേഷനിൽ ഇവരുടെ സംഘടനകളില്ലേ? അപ്പോൾ ഇതിലൊക്കെ ഇടപെടാൻ പറ്റില്ലാത്ത എന്തോ വിശുദ്ധ പശുക്കളാണ് എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്കൊരു യോജിപ്പില്ല. മാത്രമല്ല, ഇങ്ങനെ കേരളത്തിലെ ഒരു ജനപ്രതിനിധി അയോഗ്യനാക്കപ്പെട്ട ഒരു വിധി വന്നിട്ട് എന്തുകൊണ്ട് LDF അക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അവർ സൈലന്റ് ആയി പോകുന്നു? കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയെ ഇത്തരത്തിൽ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഈ രാജ്യത്തെ നീതിന്യായ നിർവഹണ സംവിധാനത്തെ വെല്ലുവിളിച്ച് ഒരു വൃത്തികേട് ചെയ്ത കേസിൽ ശിക്ഷിച്ച് അയോഗ്യനാക്കപ്പെടുമ്പോൾ ഒരു നിലപാട് പറയാൻ പറ്റാത്ത രീതിയിൽ അവർ എന്തുകൊണ്ട് മൗനത്തിലാകുന്നു? ആ മൗനത്തിൻ്റെ പേര് ആ പ്രതിയോടൊപ്പമാണ് എന്നുള്ളതാണ്. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതെല്ലാം നടന്നിട്ട് ഞാനിതിൽ പിണറായി വിജയൻ സർക്കാരിനെ മാത്രം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയും, നമ്മുടെ എല്ലാവരുടെയും ഒരു കുറവ് കൂടിയാണ്
നമ്മളൊക്കെ എത്ര എളുപ്പത്തിലാണ് കോടതിയിൽ നിന്ന് പലരും രക്ഷപ്പെടുമ്പോൾ അതിന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് പോലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നപ്പോൾ ഏതൊക്കെ രീതിയിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്? ഈ കോടതി മുറിക്കകത്ത് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഇത്തരം സാധനങ്ങളൊക്കെ തൊണ്ടി മുതലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം, ദുരുപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമല്ലേ അത്? എന്നിട്ട് പോലും അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് ഒരു അന്വേഷണം നടക്കുന്നില്ല. അപ്പൊ പെട്ടെന്ന് കോടതിയിൽ നിന്ന് ആരൊക്കെയോ കുറ്റവിമുക്തരാക്കപ്പെടുമ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന തിരക്കിൽ ഇതിന്റെ പുറകിൽ നടക്കുന്ന ഇത്തരം മാൽ പ്രാക്ടീസസ് ഒക്കെ നമ്മൾ കാണാതെ പോകുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം മാധു, സാധാരണ പൗരന്മാർക്ക്, സാധാരണക്കാർക്ക് ഇല്ലാത്ത നീതി പ്രത്യേകമായിട്ട് ആന്റണി രാജുവിനെ പോലുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ടാണ് പതിറ്റാണ്ടുകളോളം കോടതി വ്യവഹാരങ്ങൾ പോലും എഴഞ്ഞു നീങ്ങപ്പെട്ടത്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധം കൊണ്ട്, അദ്ദേഹത്തിന്റെ ഉന്നത ബന്ധം കൊണ്ട്, അദ്ദേഹത്തിന്റെ സർക്കാർ സംവിധാനങ്ങളുള്ള അടുപ്പം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് കോൺഗ്രസിന്റെയും ബോധ്യം. ശരി, ഓസ്ട്രേലിയയിൽ നടന്നൊരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ കിട്ടിയ മൊഴി ഇന്റർപോൾ വഴി ഡൽഹിയിലേക്ക് വന്ന് അവിടെ നിന്ന് തിരുവനന്തപുരം സിറ്റി പോലീസിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രകോപനമോ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനമോ ഇല്ലാതെ ഒരു ആൾ പറയുകയാണ്, ഞാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ ഇങ്ങനെ പറ്റിച്ചിരുന്നു എന്ന്. അതിനെ തുടർന്നുള്ള അന്വേഷണം പിന്നെയും പതിറ്റാണ്ടുകൾ നീളുകയാണ്. ഏറ്റവും അവസാനമാണ് ആ തരത്തിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ഉതകുന്ന ഗൂഢാലോചന നടത്തിയ ആൾ ശിക്ഷിക്കപ്പെടുന്നത്. നിർഭാഗ്യവശാൽ അത് നമ്മുടെ ഒരു ജനപ്രതിനിധിയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ദുര്യോഗം. വളരെയധികം നന്ദി പാലസ്. വെൽക്കം പ്രേക്ഷകർക്ക്.